السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا وحبيبنا محمد صلى الله عليه وسلم رحمة للعالمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان واتقوا الله إن الله شديد العقاب. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹു ഒരിക്കലൂടെ പരിശുദ്ധമായി മജ്ലിസിൽ സംബന്ധിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകിയിരിക്കുകയാണ്. അള്ളാഹു ഈ മജ്ലിസ് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇവിടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷങ്ങളും നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഒരു കാരണമായി അള്ളാഹു തീർക്കട്ടെ. അത് കാരണമായി നമ്മുടെ ദുന്യാവിലെയും ആഖിറത്തിലെയും മുഴുവൻ പ്രയാസങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരുടെയും പരലോക ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. പ്രത്യേകിച്ച് നമ്മിൽ നിന്ന് വിട പറഞ്ഞ ബഹുമാനപ്പെട്ട ഇ അഹമ്മദ് സാഹിബ് ഈ ഉമ്മത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു മഹൽ വ്യക്തിത്വമാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ പരലോക ജീവിതം സന്തോഷകരമാക്കി കൊടുക്കട്ടെ. ഈ ഉമ്മത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത സേവനങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. അത് കാരണമായി അദ്ദേഹത്തിന്റെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തെയും അതുപോലെ നമ്മിൽ നിന്ന് മൺമറിഞ്ഞു പോയ നമ്മുടെ ഉമറാക്കളായ ഒരുപാട് മഹാന്മാരുണ്ട്. അവരൊക്കെ പരലോകത്തെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉസ്താദുമാർക്കും നേതാക്കൾക്കും ഒക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. നാം വിശാലമായ വലിയ ഒരു ഹദീസിന്റെ കുറച്ച് ഭാഗങ്ങളാണ് നാം പറഞ്ഞു വെച്ചത്. മൻ നഫസൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുറബി ദുനിയ നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ. അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. പിന്നെ ഒരു മുഅ്മിനിന് വല്ല പ്രയാസവും വന്നാൽ അത് തീർത്തു കൊടുക്കുക, പ്രധാനമായും സാമ്പത്തികമായി കടബാധ്യതയൊക്കെ വന്ന ആളുകളെ കടം വീടാൻ സഹായിക്കുക എന്നതൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണെന്ന് നാം പറഞ്ഞു വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടക്കാരായി മരിക്കുക എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു കാര്യമായിട്ടാണ് കണ്ടിരുന്നത്. അള്ളാഹു മരണം ഹൈറാകുമ്പോ ഹക്കടപാടൊന്നും ബാക്കിയില്ലാതെ അള്ളാഹു മരിപ്പിക്കട്ടെ. അത് വലിയ ബാധ്യതയാണെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മയ്യത്ത് നിസ്കരിച്ചിരുന്നില്ല എന്ന് പലപ്പോഴും. എന്നുവെച്ചാൽ അതിനർത്ഥം കടബാധ്യതയുള്ള ആളെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നല്ല അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഒരാളുടെ നിസ്കാരത്തിന് വേണ്ടി ഇങ്ങനെ തക്ബീർ ചെല്ലാൻ നിൽക്കുക, മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി തക്ബീർ ചെല്ലാൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ അലാ സ്വാഹിബിക്കും മിൻ ദൈൻ, നിങ്ങളെ ഈ
മരണപ്പെട്ട ഈ സുഹൃത്തിന് എന്തെങ്കിലും കടങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. ഫഖാലു, അവര് പറഞ്ഞു, ദീനാറാൻ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 ദീനാർ കടണ്ട് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നത്തെ കടം വ്യക്തമായിരുന്നു എന്നായിരുന്നു മനസ്സിലാവുന്നത്. നമുക്കൊക്കെ എന്തെങ്കിലും പറ്റി എത്ര കടണ്ട് എന്ന് വെച്ചാൽ എത്ര ആർക്കെങ്കിലും അറിയാം. അതിൽ സൂക്ഷ്മത നല്ലതാണ്. ശരിക്കും നമുക്ക് എഴുതി വെക്കാം. നമ്മളോട് ഏറ്റവും അടുപ്പോൾ ഭാര്യമാർക്കൊക്കെ പറഞ്ഞു കൊടുക്കാം, എനിക്ക് ഇത്ര കടണ്ട്, കടം വീഡിയോയിലൊക്കെ പറയാം. അപ്പോൾ ഓള് ഫസ്റ്റ് ഒക്കെ ഒന്ന് പേടിക്കും, നിങ്ങൾ എന്തെങ്കിലും പറയണമെന്നൊക്കെ ചോദിക്കും. അതൊക്കെ പറഞ്ഞോട്ടെ. കാരണം എന്തെങ്കിലും വന്നു പോയാൽ പിന്നെ നമ്മളെ ഹക്കറുപാട്, ആരും അറിയാത്ത ഹക്കറുപാട് ബാക്കിയാവരുത്. ഒന്നുമില്ലെങ്കിൽ അള്ളാഹു നമുക്ക് വീടാൻ വേറൊരാളതിനെ ആക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ സ്വത്തിൽ നിന്ന് അതിനൊക്കെ കൈകാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോടൊക്കെ ഹക്കുള്ളത് നമ്മൾ അറിയണം. അപ്പോൾ അത് എഴുതി വെക്കല് നല്ലതാണ്. അള്ളാഹു കടങ്ങളൊന്നും ഇല്ലാതെ ഹൈറായ രീതിയിൽ മരിപ്പിക്കട്ടെ, മരണ ഹൈറാവുമ്പോൾ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാ റസൂലല്ലാഹ് ഫഅദല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്ട് മാറി നിന്നു, നിസ്കരിക്കാതെ മാറി നിന്നു. വഖാല, എന്നിട്ട് പറഞ്ഞു, സല്ലു അലാ സ്വാഹിബിക്കും, നിങ്ങളെ കൂട്ടുകാരന്റെ പേരിൽ നിങ്ങൾ നിസ്കരിച്ചോളൂ. അത് കടത്തിന്റെ പ്രശ്നം എത്ര ഗൗരവമുള്ളതാണെന്ന് ഉമ്മത്തിയെ അറിയിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഫഖാല അലിയൻ കറമല്ലാഹു വജ്ഹഹു, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുമ അലയ്യ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ 2 ദീനാർ ഞാൻ ഏറ്റെടുത്തു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹുവ ബരീഉ മിൻഹുമ, അയാൾ പയ്യുന്ന ഒഴിവായിട്ടുണ്ട്, ഞാൻ ഏറ്റെടുത്തു. ഫതഖദ്ദമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി നിന്നു. ഫസല്ല അലൈഹി, അങ്ങനെ അവിടുന്ന് മയ്യത്ത് നിസ്കരിച്ചു. സുമ്മ ഖാല, അന നിസ്കാരം കഴിഞ്ഞിട്ട് അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ജസാക്കല്ലാഹു അൻഹു ഖൈറാ, ഈ മരിച്ച ആൾക്ക് അയാൾക്ക് ഉപകാരം ചെയ്തതിന് പകരമായി അള്ളാഹു നിങ്ങൾക്ക് ഖൈർ നൽകട്ടെ എന്ന് അലി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അപ്പോൾ ഒരാള് മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളെ കടബാധ്യത ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കല് നല്ലതാണ്. അങ്ങനെ ചെയ്യുന്ന സംഘടനകളും സംവിധാനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലും, ഇവിടെ പ്രത്യേകിച്ചുണ്ട്. അതിലൊക്കെ സഹകരിക്കണം. അതിലൊക്കെ നമ്മൾ കൂടുതൽ കാര്യക്ഷമമായിട്ട് ഇടപെടാൻ നമുക്ക് പറ്റുന്നത് ചെയ്താൽ മതി. നമുക്ക് ഒറ്റക്കായിട്ട് ഒരാളെ ഏറ്റെടുക്കാനൊന്നും കഴിയില്ല. അങ്ങനത്തെ കാലമാണ്. ഇത്ര സാമ്പത്തിക അവസ്ഥ ഒന്നുള്ളവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ കൂട്ടമായി ചെയ്യുമ്പോൾ എന്താവും, അതിലവർ ചെയ്തൊരു പങ്ക് നമുക്ക് കിട്ടും. അല്ലാഹു അങ്ങനെ പാവങ്ങളെ സഹായിക്കാൻ തൗഫീഖ്. ഇമാം സുഹൈർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കടങ്ങൾ വീട്ടുമായിരുന്നു. നബി പറയായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഏൽക്കും. കാരണം എന്താ, അന്നബി ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മുഅ്മിനീങ്ങൾക്ക് അവരുടെ നഫ്സിനേക്കാൾ അവരോട് ഏറ്റവും അടുപ്പുള്ളതാണ്, പുണ്യ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആരെങ്കിലും കടബാധ്യത ഏറ്റെടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ കൊടുക്കുന്നു, ഫക്കല്ലാഹു റിഹാനക കമാ ഫക്കത്ത റിഹാന അഖീക്, നിങ്ങളുടെ സുഹൃത്തിന്റെ ഈ ബാധ്യത വീട്ടിയതിന് പകരമായി അള്ളാഹു നിങ്ങളെ ബാധ്യത വീട്ടട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ എടുക്കായിരുന്നു. അപ്പൊ ഇത് വളരെയേറെ പുണ്യമുള്ള കാര്യമാണ്. കടം എന്നത് അത് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, കടം എന്നുള്ളത് ആവശ്യമില്ലാതെ കടം വാങ്ങരുത്. എപ്പോഴും കടത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ, ഇപ്പൊ നാട്ടിൽ പോവുകയാണെങ്കിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ കടം വാങ്ങാം. ഓവറാക്കിയിട്ട് എന്ത് ചെയ്യണ്ട, കടം വീട്ടാൻ പറ്റിയില്ലെങ്കിലോ മയ്യത്ത് നിസ്കരിക്കുന്ന അവസ്ഥ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. കടങ്ങൾ ഒരാളെ ഏറ്റെടുക്കണം. അപ്പൊ കടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ ഉലമാ പറയുന്നുണ്ട്, മനിസ്തദാന ദൈനൻ യൻവി അല്ലാ യഖ്ദിയഹു ഫഹുവ സാരിഖുൻ, കടം വീട്ടാ ഉദ്ദേശമില്ലാതെ കടം വാങ്ങുന്ന ആൾക്കാർ കള്ളനാണ്. അല്ലാഹു കാക്കട്ടെ. ചില ആൾക്കാരുണ്ടാവും ലോണൊക്കെ എടുത്ത് മുങ്ങുന്ന ആൾക്കാർ. ബാങ്ക് അല്ലെന്ന് അറിയാം, ബാങ്ക് എന്താ ആകാശത്ത് പൊട്ടി മുളച്ചതല്ലല്ലോ. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും, വളരെ ഗുരുതരാണ്. കടം പ്രയാസം വന്നിട്ട് കടം വാങ്ങുമ്പോൾ എന്ത് ചെയ്യുക, അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ട് കടം വാങ്ങുക. അപ്പൊ അള്ളാഹു വീടാനുള്ള സാഹചര്യവും നമുക്ക് ഒരുക്കി തരും. സ്വല്ലു അല നബി മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാത്ത ഇരുന്നല്ലാക്കണോ? അത് ഇങ്ങോട്ടാവൂലല്ലേ? നിങ്ങളായിട്ടുണ്ട് പറയട്ടെ എന്ന് വിചാരിച്ചാണ്. ഇപ്പൊ ഞാനായിട്ട് പറഞ്ഞ് നിർബന്ധിക്കാൻ തോന്നണ്ടല്ലോ. അടുത്ത ഭാഗം ഇനി പറയാനുള്ളത്, മൻ സത്തറ മുസ്ലിമൻ വമൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. ഒരാളൊരു മുഅ്മിന്റെ
രഹസ്യം മറച്ചു വെച്ചാൽ, ആ മുഅ്മിനെ മറച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ അയാളുടെ രഹസ്യം മറച്ചു വെച്ചാൽ സതറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, ദുന്യാവിലും ആഖിറത്തിലും അല്ലാഹു അയാളെ മറച്ചു വെക്കുന്നതാണ്, അയാളെ രഹസ്യങ്ങൾ മറച്ചു വെക്കുന്നു. അള്ളാഹ് നമ്മളെ നന്മകളൊക്കെ എന്തെങ്കിലും കാണിക്കണത് അല്ലേ? നമ്മൾ ക്ലാസ് എടുക്കുന്നത്, നമ്മൾ വയറ് വരുന്നത്, നമ്മൾ പ്രസംഗിക്കുന്നത്, നമ്മൾ നിസ്കരിക്കുന്നത്, നമ്മൾ സലാത്തിന് വരുന്നൊക്കെ കാണിക്കുന്നത്, നമ്മൾ തെറ്റ് ജനങ്ങൾക്ക് അള്ളാഹു കാണിച്ചു കൊടുക്കുന്നുണ്ടാവും. എന്തൊരു നിയമത്താണത്. ഒരു സുഫിയാനുബിന് വയ്യന തങ്ങളാണെന്ന് തോന്നുന്നുണ്ട്, ഒരു വാക്യമുണ്ട്, നമ്മളൊക്കെ യഥാർത്ഥത്തിൽ അള്ളാഹ് മറ നീക്കിയാൽ ജനങ്ങൾ പരസ്പരം ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുമോ? ആരെങ്കിലും പരസ്പരം കൂട്ടുകൂടുമോ? അപ്പൊ അള്ളാഹു മറച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ ഒരു മുഅ്മിൻ ഒരു തെറ്റ് ചെയ്താൽ ആ അയ്ബ് നമ്മൾ എന്ത് ചെയ്യണം? മറച്ചു വെക്കണം. അത് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ പുറത്ത് പറയാവൂ. അത്യാവശ്യം എന്ന് പറഞ്ഞാല് ചില ആളുകൾ തെറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അവരുടെ തെറ്റിനെ ജനങ്ങൾ പിൻപറ്റിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും. അങ്ങനത്തെ അവസ്ഥയിൽ ആ തെറ്റ് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറയണം. അത് തന്നെ പറയേണ്ട ആൾക്കാർ പറയേണ്ട രീതിയിൽ പറഞ്ഞോളൂ. പറയേണ്ട രീതി എന്നുള്ളത് വലിയ പ്രധാനമാണ്. അതായത് നമ്മൾ നിയ്യത്ത് നന്നാവണം. ഇയാൾ എന്താണെന്ന് തുറന്ന് കാണിക്കണതിൽ അപ്പുറത്ത് അയാളോടുള്ള അസൂയും പോരൊന്നും ആവരുത്. ഇതിന്റെ പിന്നിലുള്ള മോട്ടീവ് വളരെ ശുദ്ധമായിരിക്കണം എന്നാണ്. എത്രത്തോളം വെച്ചാൽ ഇമാം ഗസാലി റഹിമഹുള്ളാഹ് പറയുന്നത്, നമ്മൾ ഒരാളെ ഉപദേശിക്കുകയാണെങ്കിൽ പരസ്യമായിട്ട് ഉപദേശിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ്. അത് അയാളെ ഇൻസൾട്ട് ചെയ്യലാണ് ശരിക്കും. രഹസ്യമായിട്ട് ഉപദേശിച്ചാലാണ് ഏറ്റവും നല്ലത്. കാരണം അയാൾ അയ്ബ് മറച്ചു വെക്കും ചെയ്തു. ചില ആൾക്കാരുണ്ടാവും എവിടെ പബ്ലിക്കിൽ എന്തെങ്കിലും പിഴവൊക്കെ പറ്റിയാൽ അത് അയാൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത് പിഴവാന്ന്. അയാളത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും കൂടി അങ്ങോട്ട് കൂടി അതൊരു ഇഷ്യൂ ആക്കും. അങ്ങനത്തെ സാഹചര്യമൊക്കെ മാറ്റണം. അത് ഇപ്പൊ ഈ നമ്മളെന്താ പറയാ വഴിയിലിരിക്കണ അതിന്റെ ഹക്ക് കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. അതിലൊന്ന് ഒദ്ദുൽ ബസർ, കണ്ണടക്കണം. അതുപോലെ പിന്നെ വഴിക്കുള്ള ഹക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ ഇമാത്തത്തുൽ അദാനി ത്വരീഖ്, പിന്നെ സലാം പറയാം, അങ്ങനെ കുറെ പറഞ്ഞല്ലോ. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ എന്നുള്ള സംഭവത്തിൽ ഇതൊക്കെ നമുക്ക് ഒരു അപ്ലൈ ചെയ്യാൻ പറ്റിയ സംഭവങ്ങളാണ്. എങ്ങനെ ഒരാൾക്ക് എന്തെങ്കിലും പിഴവ് പറ്റിയ എല്ലാവരും കൂടി അയാളിങ്ങനെ പിന്നെ എല്ലാവരും വെറുതെ പൊട്ടന്മാരാക്കാൻ വേണ്ടി ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അല്ലാതെ ഒരാൾക്കൊരു പിഴവ് പറ്റിയ എല്ലാവരും കൂടി അതൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പൊ ഈ കാലത്ത് എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ പബ്ലിക്കിലൊക്കെ എവിടെ മനുഷ്യന്മാര് കാണണം. അപ്പൊ ഒരു മുഅ്മിന് എന്തെങ്കിലും അയ്ബ് വന്നാൽ മറച്ചു വെക്കുക. അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ശറഅ അനുവദിച്ച കാര്യങ്ങൾക്ക് മാത്രമേ അത് വെളിപ്പെടുത്താൻ പാടുള്ളൂ. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال لا يستر عبد عبدا في الدنيا إلا ستره الله يوم القيامة. لا يستر عبد عبدا, ഒരു അടിമ വേറൊരു അടിമ, ഇവിടെ മുഅ്മിന് കാഫിറൊന്നും പറഞ്ഞില്ല സാർ. ഒരു അടിമ വേറൊരു അടിമയുടെ അയ്ബ് മറച്ചു വെക്കൂല ദുന്യാവിൽ. ഇല്ലാ സത്തറഹു അല്ലാഹു യൗമൽ ഖിയാമ, അള്ളാഹു ഖിയാമത്ത് നാൾ അവന്റെ അയ്ബ് മറച്ചു വെക്കും. അള്ളാഹ് മറച്ചു വെക്കും എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഒന്നുകിൽ ഇമ്മാ ബി ഐ യംഹു ദംബഹു, ദോഷം അള്ളാഹു മായ്ച്ചങ്ങോട്ട് കളയും, ആർക്കും കാണൂല. അതായത് അവിടുന്ന് ദോഷം ഇല്ലാത്ത പോലത്തെ ഒരു അവസ്ഥ ആയിരിക്കും. അള്ളാഹു ആ ഒരു അവസ്ഥ നമുക്ക് തരട്ടെ. വലാ യസ്അലുഹു അൻഹു ഇബ്തിദാൻ, അല്ലെങ്കിലോ ദോഷമൊക്കെ ചെയ്തിരിക്കുന്നു മായ്ക്കപ്പെട്ടിട്ടൊന്നുമില്ല, പക്ഷെ അതിനെ പറ്റി ചോദിക്കൂല. അത് അള്ളാഹിന്റെ ഒരു മറച്ചു വെക്കുന്ന രീതിയാണ്. അല്ലെങ്കിലോ ചോദിക്കും, പക്ഷെ സൃഷ്ടികളിൽ നിന്ന് ഒരാളും അതറിയില്ല. സൃഷ്ടികളിൽ നിന്ന് ഒരാളും അറിയില്ല, അള്ളി നമ്മൾ മാത്രമേ അറിയുള്ളൂ ഈ തെറ്റ്. സുമ്മ യാഫു അൻഹു, എന്നിട്ട് അള്ളാഹു ഇത് അങ്ങോട്ട് പുറത്തു കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ എത്ര ആൾക്കാർ മറച്ചു വെച്ചിട്ടുണ്ടാവും. നമ്മളത് എല്ലാവരും മറച്ചു വെക്കണമെന്ന്, നമ്മൾക്ക് എന്തെങ്കിലും പ്രയാസം വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും അയവുണ്ടായി അത് ജനങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഈ ഹദീസൊക്കെ ഓർമ്മ വരും. ഞാൻ വ്യക്തിപരമായി പറയണില്ല, ഒരു 3-4 കൊല്ലം മുമ്പായിരിക്കും, നമ്മളിവിടെ വന്നിട്ട് 5 കൊല്ലം ആകുമ്പോഴുള്ളൂ. ഒരു റൂമില് ചെറിയൊരു മജ്‌ലിസിൽ കുറച്ചു നേരം സംസാരിക്കാണ്ടായിരുന്നു. അപ്പോൾ ആ റൂമിൽ പ്രധാനപ്പെട്ട ആൾ കാര്യമായി നമ്മളോട് സംസാരിക്കാൻ പറഞ്ഞൊരു വിഷയം, റൂമിൽ നിന്ന് ഒരാൾ പുറത്തു പോയാൽ ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും കൂടി അയാളെ കുറ്റം പറയാന്നുള്ള ഒരവസ്ഥക്കെതിരെ അത് പറയണം. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഈ സാധുവാണ് അതിന്റെ ഏറ്റവും വലിയ എരാന്നാണ്. അപ്പൊ മൂപ്പരെ പറ്റി പറയുന്നുണ്ടെന്നുള്ളത് ഈ പറയുന്നവരുടെ കൂട്ടത്തിലുള്ള ആളെന്നെ ഇയാളോട് പറയലുണ്ട്. അപ്പൊ ഇയാൾ മാനസികമായി ആകെ തകർന്നിട്ടുണ്ട്. ഈ ബാച്ചിലർ റൂമിലൊക്കെ നല്ല ശ്രദ്ധിക്കണം. ഒരാളങ്ങോട്ട് പോയാൽ ബാക്കിയുള്ളവരിങ്ങനെ, അപ്പൊ ചിന്തിക്കണം, നമ്മൾ പോയാൽ ഇതേ ആൾക്കാർ നമ്മളെ പറ്റിയും പറയും.
അപ്പൊ അള്ളാഹു അങ്ങനത്തെ മോശമായ സ്വഭാവങ്ങൾ നിന്നൊക്കെ നമ്മൾ കാക്കട്ടെ. അള്ളാന്റെ ഒരു സത്താർ എന്നല്ല അള്ളാന്റെ ഒരു വലിയ വിശേഷം. സത്താർ എന്ന് പറഞ്ഞാൽ എന്താ? നന്നായി മറച്ചു വെക്കണെന്ന. ഫഅൽ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ഒഫാർ, നന്നായി പൊറുക്കുന്ന ആള്. നന്നായി പൊറുക്കുക എന്ന് പറഞ്ഞാൽ പല രീതിയുണ്ട്. ഒന്ന്, കുറെ ദോഷങ്ങൾ മനുഷ്യൻ ഇങ്ങനെ ചെയ്യും. ഒരു ദോഷം ചെയ്യും അപ്പോഴും മറച്ചു വെക്കും, അടുത്ത ദോഷം ചെയ്യും അപ്പോഴും മറച്ചു വെക്കും, അടുത്തത് ചെയ്യും അപ്പോഴും അങ്ങനെ മറച്ചു വെക്കും. എന്നാലോ ചില കാര്യത്തിൽ അള്ളാഹു തഖല്ലഖൂ ബി അഖ്ലാഖിൽ, അള്ളാന്റെ സ്വഭാവം നമ്മൾ പിൻപറ്റണം എന്നല്ല, ആണല്ലേ? എന്നാ അള്ളാന്റെ സ്വഭാവം പിൻപറ്റുക. അള്ളാന്റെ സ്വഭാവങ്ങളിലും അള്ളാന്റെ പേരുകളിലൊക്കെ അള്ളാന്റെ വിശേഷങ്ങൾ ജബ്ബാർ, അള്ളാഹുവിന്റെ ഖഹാർ, ജബ്ബാർ എന്നൊക്കെ പറഞ്ഞ ജലാലിയത്തിന്റെ വിശേഷണങ്ങളും പേരുകളും ഉണ്ട്. അത് നമുക്ക് പറ്റിയതല്ല. അതാണ് കിബിർ എന്ന് പറഞ്ഞാൽ ഞാൻ വലുത് എന്നുള്ളത്, അള്ളാഹ് വലുത് നമ്മൾ വലുതല്ല, ആ സ്വഭാവം നമ്മൾ അനുകരിക്കാൻ പാടില്ല. അത് ജലാലിയത്താണ്, പറഞ്ഞുകൂടില്ലേ? എന്നാ ജമാലിയത്തിന്റെ വിശേഷം എന്താ? പൊറുക്കുക, മറച്ചു വെക്കുക, കരുണ ചെയ്യുക. ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഇതൊക്കെ എന്താ? അള്ളാഹുവിന്റെ ജമാലിയത്തിന്റെ വിശേഷണങ്ങൾ. അത് നമ്മൾ പിൻപറ്റണം. അതിൽ പെട്ടാണ് ഒരാൾ എന്തെങ്കിലും തെറ്റിയത്, ഒരു അയ്ബ് കണ്ടാൽ നമ്മളത് മറച്ചു വെക്കണം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹവാരിയങ്ങളായ അവിടുത്തെ അനുചരന്മാരോട് ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ ഒരു സുഹൃത്തിന്റെ ഔറത്ത് ശാരീരികമായി ഫിസിക്കലി ഒരാൾ ഔറത്ത് വെളിവായി ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാൻ? അപ്പൊ അവര് പറഞ്ഞത് നമ്മൾ മറച്ചു വെക്കുന്നു. സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ ഊഹിച്ചാൽ മനസ്സിലായി. ഒരു സുഹൃത്ത് ഉറക്കത്തിലോ എങ്ങനെയെങ്കിലും അയാൾ ഔറത്ത് വെളിവായി നമ്മൾ എന്താ ചെയ്യുക? വേറെ ആൾ കാണുന്ന മുമ്പ് നമ്മളത് മറച്ചു വെക്കും. എല്ലാവരും വിളിച്ചിട്ട് ഇതൊക്കെ കണ്ടോളിന്നവർ കാണിച്ചു കൊടുക്കുമോ? ഇല്ലല്ലോ. നേരത്തെ ഇയാൾ ഉള്ളിലുള്ള സ്വഭാവത്തെ കുറിച്ച് നമ്മൾ എന്താ ചെയ്യല്? നമ്മൾ മൂടി വെക്കലും ചെയ്തോ? അപ്പൊ ഈസാ നബിയോട് ഹവാരിയങ്ങൾ പറഞ്ഞു അലൈഹിസ്സലാം, ഞങ്ങൾ അങ്ങനെ മറച്ചു വെക്കും വേറെ ആൾ കാണാതിരിക്കാൻ വേണ്ടി. അപ്പൊ പറഞ്ഞു, അങ്ങനല്ല, നിങ്ങൾ അങ്ങനെ മറച്ചു വെക്കണില്ല. അതെന്താന്ന് വെച്ചാൽ പറഞ്ഞു, നിങ്ങളിൽപ്പെട്ട ചില ആളുകൾക്ക് എന്തെങ്കിലും അയബ് പറ്റിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അവരിൽ നിന്ന് ഒരു വാക്കുകൾ കേൾക്കും, അതിൽ കുറച്ചും കൂടി നിങ്ങൾ കൂട്ടും, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങോട്ട് പ്രചരിപ്പിക്കും. അല്ലേ? ഇപ്പൊ ഇന്ന് വളരെ വ്യാപകമായൊരു ഇത് ഇറക്കുന്നുണ്ട് നമ്മൾ ബഹാവുദ്ദീൻ ഉസ്താദിനെ പറ്റിയിട്ട്. അല്ലേ? ഉസ്താദ് അറിഞ്ഞിട്ടൊന്നുമില്ല. അതിനാരപ്പം ഇതുണ്ടാക്കുന്നത്? വല്ലാത്തൊരു ലോകമാണ്. ഇപ്പൊ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ, മരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരാൾ ശരിക്കും നാട്ടിൽ നിന്ന് ഒരാൾ ഇപ്പം മരിച്ചു എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് പറയാൻ പേടിക്കും. അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചു നോക്കിയിട്ട്. ഇപ്പൊ അപ്പോഴൊക്കെ അതിന്റെ പോസ്റ്റർ ഉണ്ടാക്കിയ ഞാനാവണം ആദ്യം. എന്റെ ഒരു നിരീക്ഷണം അനുസരിച്ച് അങ്ങനെയൊക്കെ തോന്നുന്നത്. ഇത് ഞാനാവണം ആദ്യം പുറത്ത് വിടുന്നത്, അല്ലെ ഞാനാവണം ഇതിന്റെ ആദ്യമായിട്ട് പോസ്റ്റർ ഉണ്ടാക്കിയത്, അങ്ങനെയൊക്കെ പറയാനുള്ള എന്തെങ്കിലുമൊക്കെ ടെൻഡൻസി ആയിരിക്കും. അല്ലാഹു കാക്കട്ടെ. ഈ നോണ ഇങ്ങനെ പ്രചരിച്ചിട്ട് പിന്നെ എല്ലാവരും അല്ലാഹു ഗഫൂർ റഹ്മാൻ എന്നിട്ട് ഇങ്ങനെ തന്നെ. ഞാൻ നേരെ പറഞ്ഞിട്ടുണ്ടാവില്ല, അതിങ്ങനെ അവിടെ എടുത്തിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു ഗഫൂർ, ഞാൻ നേരെ ഫാത്തിഹ വലിയ മനുഷ്യനെന്തെങ്കിലും കിട്ടും. അല്ലാഹു ഗഫൂർ ഇടണ്ടെന്നൊന്നും ഇതിന് അർത്ഥമില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ആ ഇടുന്ന ആൾക്കാർ ഒരു വട്ടം പോലെ അല്ലാഹു ഗഫൂർ റഹ്മാൻ പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഓൾറെഡി തലേന്ന് മരിച്ച ആളത് അവിടെ പിക്ചറായി ഇരിക്കുന്നുണ്ടാവും. അതങ്ങനെ ഫോർവേഡ് ചെയ്തിട്ട് എല്ലാവരും ആ മയ്യത്തുസ്കാരത്തിൽ വരുന്ന ദുആ മൊത്തം ഉണ്ടാവും. എടുത്തിട്ട് അങ്ങനെ ഇട്ട് അങ്ങനെ ഒരു ഫാത്തിഹ ഓതിയാൽ നമുക്കും കൂലിയിട്ടും മരിച്ച ആൾക്കും കിട്ടും. ഇതൊക്കെ ഇപ്പൊ നമ്മളെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതിന് ഒളിച്ചോടാനായിട്ട് പറ്റൂല, എന്നാലേ അതിലോട്ട് കൂടാൻ പറ്റില്ല. ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ നിലപാടെടുത്താൽ നന്നായി. എപ്പോഴെങ്കിലൊക്കെ അത്യാവശ്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിട്ടും അതിറ്റൊക്കെ ഇടപെടുക. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നമ്മൾ പറഞ്ഞല്ലോ അള്ളാഹു നമ്മളെ തെറ്റ് മറച്ചേക്കുന്നുണ്ട്. ഇനി അള്ളാഹ് എപ്പോഴാണ് ഇത് വെളിപ്പെടുത്തുക എന്നുള്ളത് മനസ്സിലായിക്കോളെ. സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ കുല്ലു ഉമ്മത്തി മുആഫൻ, കുല്ലു ഉമ്മത്തി മുആഫൻ, എന്റെ ഉമ്മത്തികൾ എല്ലാവരും മുആഫൻ എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ളവരുന്ന്. ആരോഗ്യമുള്ളവരെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കയ്യിൽ നിന്നും നാവിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട ആൾക്കാരെന്നാ. എന്താ പറയുക, കൈ അതിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാർ ചിലപ്പോൾ ടൈപ്പ് ചെയ്യാന്നൊക്കെ ആവും ചിലപ്പോൾ ഉദ്ദേശം, അല്ല അടിക്കാന്നപ്പോ ഇപ്പൊ പറയാൻ വയ്യ. അപ്പൊ അവരെ വോയിസിൽ നിന്നും ടെക്സ്റ്റിൽ നിന്നും രക്ഷപ്പെട്ടവർ എന്നൊക്കെ പറയാം നമുക്ക് ഈ കാലത്ത്. അങ്ങനെ എല്ലാവരും മുആഫൻ, അങ്ങനെ രക്ഷപ്പെട്ട ആൾക്കാരാണ്. അതായത് ജനങ്ങളിൽ നിന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇവരെ അയ്ബ അറിയില്ല, ആ നിലക്ക് മനുഷ്യന്മാരൊക്കെ രക്ഷപ്പെട്ട് ഇങ്ങനെ പോണവരാണ്. ഇല്ലൽ മുജാഹിരി,
പരസ്യമാക്കണവരൊഴികെ. മുജാഹിർ എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനമായിട്ട് ഹദീസ് പണ്ഡിതന്മാരായ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അല്ലദി അദ്ഹറ മാസിയതഹു വ കശഫ മാ സതറല്ലാഹു അലൈഹി ഫതഹദ്ദസ ബിഹാ. അവന്റെ ദോഷം അവൻ വെളിവാക്കി, പ്രത്യക്ഷത്തിൽ ദോഷം ചെയ്തു, എന്നിട്ട് അള്ളാഹു മറച്ചു വെച്ച കാര്യം അവൻ പുറത്തു കൊണ്ടുവന്നു. ഫതഹദ്ദസ ബിഹാ, എന്നിട്ട് അത് ജനങ്ങളോടൊക്കെ പറയും ചെയ്തു. ഒരാഴ്ച ആയോന്ന് എനിക്കറിയില്ല, ഒരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ, ഫേസ്ബുക്ക് ലൈവ് കൊടുത്തിട്ട് കുറച്ച് ചെറുപ്പക്കാർ കൂടിയിട്ട് ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്ന ലൈവായിട്ട് ഫേസ്ബുക്കിൽ, നിങ്ങൾ പത്രം വായിച്ചില്ലേ, ഫേസ്ബുക്കിൽ ലൈവ് കൊടുത്ത്. പിന്നെ അതിൽ അത്ഭുതപ്പെടുത്തിയ സാധനം 60,000 ആൾക്കാരുള്ള എന്തോ ഗ്രൂപ്പാണ് അത്ര. അത് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് വിചാരിക്കരുത്, മലയാളത്തിലെ ഒരു പത്രം എഴുതിയിരുന്നു. 60,000 ആൾക്കാരുള്ള, നമ്മളെ നാട്ടിലല്ല ഇന്ത്യയിലല്ല എന്ന് എനിക്ക് തോന്നുന്നത്, 60,000 ആളുകളുള്ള ഗ്രൂപ്പിൽ എല്ലാവരും ഇത് കണ്ടതിന്റെ ശേഷം അതിലത്തെ ആരോ കംപ്ലൈന്റ് കൊടുത്തു. ഇപ്പൊ അള്ളാഹു ഇനി എന്ത് ചെയ്യും, ഇവിടുന്ന് അവിടുന്ന് നമ്മളെ തെറ്റുകൾ പരസ്യമാക്കാൻ തുടങ്ങും. അള്ളാഹു കാക്കട്ടെ. വല്ലാത്ത ഗുരുതരമായ പോക്കാണ് ലോകം പോണത്. ഇനി മുജാഹത്ത് പരസ്യമാക്കാന്ന് പറഞ്ഞാൽ എന്താ? അമല റജുലു ബില്ലൈലി അമലൻ. ഒരു മനുഷ്യൻ രാത്രിയിൽ, ഉദാഹരണത്തിന് ഒരാള് രാത്രിയിൽ എന്തെങ്കിലും ഒരു അമല് ചെയ്തു, ഒരു പ്രവർത്തനം ചെയ്തു. സുമ്മ യുസ്ബിഹു, പിന്നെ നേരം വെളുത്തപ്പോ ഫഖദ് സത്തറല്ലാഹു അലൈഹി, അള്ളാഹ് എന്റെ തെറ്റ് മറച്ചിട്ടില്ല. ഒരു കുട്ടി അറിഞ്ഞിട്ടില്ല ലോകത്ത്, അല്ലാതെ ഒരു മഹ്ലു, അള്ളാഹ് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, വേറെ ഒരു ഖൽഖിൽ ഒരാളും അറിഞ്ഞിട്ടില്ല. വഖദ് ബാത യസ്തുറുഹു റബ്ബുഹു, അള്ളാഹു ഇത് മറച്ചു വെച്ചു. വയുസ്ബിഹു യക്ഷിഫു സത്തറല്ലാഹി അലൈഹി, നേരം വെളുത്തപ്പോ ഇവൻ തന്നെ എന്ത് ചെയ്തു, ഞാൻ ഇന്നൊക്കെ ചെയ്തു എന്നിട്ട് വലിയ അന്തത്തോടെ പുറം ലോകത്ത് വിട്ടു. ഇങ്ങനത്തെ ആൾക്കാരെന്ത് ചെയ്യും, അള്ളാഹു അവരെ നാണം കെടുത്തും. അള്ളാഹു കാക്കട്ടെ. അപ്പൊ നമ്മൾ തെറ്റ് ചെയ്താൽ അള്ളാഹിനോട് അതുകൊണ്ടല്ലേ നമുക്ക് ഒരു ഉസ്താദിന് മുമ്പിൽ പോയിട്ട് ഉസ്താദ് ഇന്ന തെറ്റ് ചെയ്തിരിക്കുന്ന കരഞ്ഞാലെ തൗബാവുള്ളുന്നുണ്ടാ? ഇല്ല. ഉസ്താദ്മാര് വലിയ ശേഖന്മാരടുത്തൊക്കെ പോയിട്ട് പറയൽ എന്തിനാണ്? അതിന്റെ നമ്മളാ ഒരു പറഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു പരിഹാരം, തൗബക്കുള്ള വഴി അവർ കാണിച്ചു തരുന്നുള്ളതാണ്. അല്ലാതെ തൗബ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാളെ മുമ്പിൽ പോയിട്ട് കുമ്പസരിക്കണം എന്ന് സ്ഥിതിയുണ്ടോ? അതില്ല. അത് വേറെ ചില മതങ്ങൾ അത് ചെയ്യണം, അത് അവർക്ക് അവരെ വഴി. നമുക്ക് നമ്മൾ അള്ളാഹിനോട് പറയാം. തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാരൊന്നും നമ്മളെ അമ്പിയാക്കളും മലക്കുകളും ഒന്നുമല്ല. തെറ്റുകളൊക്കെ ഉണ്ടാക്കാം, അള്ളാഹിനോട് പറയാം. ഒരു ഖേദം തോന്നുക, അള്ളാഹിനോട് പറയും ചെയ്യാം. അള്ളാഹു ദോഷങ്ങളൊക്കെ പുറത്തെടുക്കാം. ദുന്യാവിൽ മറച്ചു വെച്ചാൽ ആഖിറത്തിൽ അള്ളാഹു നമ്മളെ വഷളാക്കൂല എന്നാണ്. ഇനി ആഖിറത്തിൽ വഷളാക്കാതിരിക്കണമെങ്കിൽ എന്താ പറയുക, ദുന്യാവിൽ അള്ളാഹു നമുക്ക് ഈ വസ്ത്രം തന്നിട്ടുണ്ടല്ലോ അല്ലേ? ദുന്യാവിൽ വസ്ത്രം തന്നിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും ശരിക്ക് എന്താ ബാഹ്യമായും ആന്തരികമായും പുറത്തിങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കണം. ഒക്കെ ഔറത്തിനൊന്നും ഒരു നിയന്ത്രണമില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ ഈ അനുഭവങ്ങൾ ഓർമ്മ വരുമ്പോൾ പറയണം. ഒരു കുട്ടി നിസ്കരിക്കണുണ്ടോ, ഇപ്പൊ ഈ ജീൻസിന് ഇങ്ങനെ കീറുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ അല്ലേ? അത് കീറല് മുട്ടുംകാലിന്റെ മേലേക്കായ ഔറത്ത് വെളിവായില്ലേ, നിസ്കാരം ശരിയാവോ? ഒരു കുട്ടിയിൽ അങ്ങനെ ഉണ്ട്, മലയാളിയൊന്നുമില്ല. ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മൾ നിസ്കാരം മാത്രമേ, ഇബിലീസ് ഭയങ്കര കണ്ണിങ് തന്നെയെന്ന് നമ്മൾ അപ്പോഴാണ് ആലോചിച്ചത്. അപ്പൊ അതൊക്കെ ഇങ്ങനെ കീറല്, വെറുതെ കീറുക. പണ്ടൊക്കെ കീറുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രയാസമായിരുന്നു. ഇപ്പൊ അത് കീറാന്നുള്ളത് ഇജ്ജത്ത. എന്നാ കീറലെന്ന് എന്തായാല് നിസ്കാരം ശരിയാവില്ലല്ലോ. അല്ലാഹു കാക്കട്ടെ. കന്തൂറൊക്കെ ഒന്നും കീറലില്ല, നമ്മളൊക്കെ ഭാഗ്യം അല്ല. സീരിയസ് ആയിട്ട് പറയാം. നമ്മുടെ നാട്ടിലില്ലേ കീറലുണ്ടാ? നാട്ടിലെ ജീൻസ് ഇപ്പൊ അടുത്തൊന്നും കണ്ടില്ല. അതുകൊണ്ടാണ്. അത് ശ്രദ്ധിക്കണം. നമ്മളെ മക്കൾക്കൊക്കെ അങ്ങനത്തെ ഡ്രസ്സ് ഇടുണ്ടാവും, ശ്രദ്ധിക്കും വേണം. മക്കളെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റി ഈ മയക്കുമരുന്നുകളെ കുറിച്ച് പഠനം നടത്തിയ ഒരാൾ എഴുതിയിരുന്നു. മക്കളെ മുടി വെട്ടുന്ന രീതിയൊക്കെ കണ്ടാല് ശ്രദ്ധിക്കണം. അതുപോലെ കണ്ണുകളൊക്കെ എപ്പോഴും ഒരു മൂടുള്ള പോലത്തെ ഒരു കണ്ണൊക്കെ ആണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കണം. പിന്നെ മൊബൈലിൽ അവര് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട സെലിബ്രിറ്റികളുടെ ഫോട്ടോസ് കുറെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നല്ല ടൈറ്റ് ഇങ്ങനെ ഉള്ള പാൻസും ഇതൊക്കെ ഇടുക, പിന്നെ ഒന്നിങ്ങനെ ചെരിഞ്ഞിക്കുക, പിന്നെ 2 ഹെഡ്സെറ്റൊക്കെ ഇങ്ങനെ വെക്കുക. അങ്ങനത്തെ കുറെ ഫോട്ടോ ഇങ്ങനെ ആക്കി നടക്കുന്ന കുട്ടികളുണ്ട്. അതൊക്കെ നിരീക്ഷിക്കണം എന്നാണ്. ഇങ്ങനത്തെ വലകളിൽ പെട്ടാൽ കുട്ടികൾ അങ്ങനത്തെ കുറെ മാറ്റങ്ങൾ. പിന്നെ ഒഴിഞ്ഞിങ്ങനെ ഇരിക്കും. കുറച്ച് കഴിഞ്ഞാൽ പഠനത്തിൽ അങ്ങനെയൊന്നും താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ വിചാരിക്കും നമ്മളെ മക്കളെ അതിലൊന്നും പെടില്ല. അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ്. അതുകൊണ്ട് അള്ളാഹു കാക്കട്ടെ. നമ്മളെ മക്കൾക്കൊക്കെ അള്ളാഹു നല്ല ബോധം ഹിദായത്തിൽ നിലനിൽക്കാനുള്ള തൗഫീഖും കൊടുക്കട്ടെ.
ദുന്യാവിലെ ഈ മറ വസ്ത്രാണ്, ആഖിറത്തിലോ തഖ്വ. ഇവിടുന്ന് തഖ്വ ഉള്ളവർക്ക് അവിടെ അല്ലാഹു ഈ ഐബുകളൊക്കെ അല്ലാഹു മറച്ചു വെക്കും. അല്ലാഹു ഐബുകളൊക്കെ മറച്ചു വെക്കുന്ന ഒരു അവസ്ഥയിൽ അല്ലാഹു നമുക്ക് പുറത്തു തരുന്ന ഒരു അവസ്ഥ തരട്ടെ. അതുകൊണ്ടല്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ തുഖ്സിനി യൗമ യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഖിയാമത്ത് നാൾ ഇന്നെ വഷളാക്കരുത്. ആരെ ദുആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി എന്ന് പറഞ്ഞ ആരാ? അള്ളാഹ് എന്ത് പറഞ്ഞു അത് അപ്പടി കേട്ട ആളാണ് അല്ലേ? മോനെ ഇറക്കണം എന്ന് പറഞ്ഞപ്പോ നമ്മളാണെങ്കിൽ നാളെ അർത്ഥം മതിയോ അല്ലെ അടുത്തല്ല അർത്ഥം മതിയോ എന്നൊക്കെ ചോദിക്കും, അല്ലെ ഇപ്പൊ ഇത് വേണമെന്നും ചോദിക്കും. സ്വഭാവം ഉണ്ടല്ലോ, ഇങ്ങനെ നേർച്ചയാക്കും മനുഷ്യന്മാര്. ജോലി കിട്ടി ആദ്യത്തെ മാസത്തെ ശമ്പളം ഫുള്ളായിട്ട് ഇന്ന സ്ഥാപനത്തിന് കൊടുത്തോളാന്നുണ്ട് നേർച്ചയാക്കും. ജോലിയൊക്കെ കിട്ടി റാഹത്തായാലും പറയുന്നത് ഈ മാസം ഇപ്പൊ വിസിറ്റിൽ വന്ന് തന്നെ അടക്കാണ്ട് അടുത്ത മാസം കൊടുക്കാം. അള്ളാഹ് മറുപടി പറഞ്ഞാൽ നമ്മൾ കേൾക്കാത്തതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ലോകത്താണ് ഇബ്രാഹിം നബി ദ്വാരക്കണത്, ഖിയാമത്ത് നാൾ ഇന്നെ വഷളാക്കരുത്. എന്നാ നബി ഒരു നബിയാണ് ദ്വാരക്കണത്. അപ്പൊ ഇതിന്റെ ഗൗരവം എത്ര വലുതാന്ന് ആലോചിച്ച് നോക്കണം. പിന്നെ എല്ലാരോടും ഗുണകാംക്ഷ ഉണ്ടാവണം, എല്ലാരോടും ഗുണകാംക്ഷ. തൗബയുടെ വാതിൽ അടഞ്ഞിട്ടില്ലല്ലോ, അടഞ്ഞിക്കണോ? ഇല്ല. അപ്പൊ ആരും തൗബ ചെയ്ത് രക്ഷപ്പെടാലോ. നമുക്ക് തോന്നണം നമ്മൾ ഉഷാറാണ്, മനുഷ്യന്മാരൊന്നും നന്നാവില്ല. അങ്ങനെ ചിന്തിക്കരുത്. ഇപ്പൊ തെറ്റ് ചെയ്താൽ എല്ലാവരും കൂടി ഇന്നെന്താണ് ഈ സോഷ്യൽ മീഡിയ കടന്നു, തെറ്റ് ചെയ്താൽ എല്ലാവരും കൂടി ഇതിങ്ങനെ ഷെയർ ചെയ്യുക. ഇതാ ഇന്ന സ്ഥലത്ത് ഒളിച്ചോടി പോയിട്ടുണ്ട്, പിന്നെ എല്ലാവരും അതിങ്ങനെ ഷെയർ ചെയ്യുക. ഇനി ഇവർക്ക് ജീവിതത്തിൽ തിരിച്ചു വരാൻ പറ്റുമോ പറയാം. ഇപ്പൊ നമ്മൾ മറച്ചു വെക്കണവരാണോ? നമ്മുടെ ഉദ്ദേശം എന്താണ്? ഇതിങ്ങനെ പ്രചരിക്കുക. നമ്മളെ കൗമുദ പെൺകുട്ടികൾ പോണ് ആൺകുട്ടികൾ പോണെന്നിട്ട് ഇങ്ങനെ പറയണം. അതിനെന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഫോട്ടോ അങ്ങനത്തെ ഒക്കെ ഇടുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. അത് കാണാൻ ആഗ്രഹമില്ലാത്ത കുറെ മനുഷ്യന്മാരുണ്ട്, അവരൊക്കെ ശപിക്കും, ആ ശാപവും കിട്ടേണ്ടി വരും. ഇത്ര ജനങ്ങളിങ്ങനെ കാണും, നമുക്കും ഒരു ബന്ധം ഉണ്ടാവില്ല എവിടെയോ ഉള്ള മനുഷ്യന്മാരോ. പിന്നെ കാണാനില്ല, അപ്പൊ കണ്ടു കിട്ടുന്നവരെ അറിയിക്കാന്നൊക്കെ പറഞ്ഞ പോലെ ഉപകാരങ്ങളുള്ള ചില സമയത്ത് ചിലപ്പോൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഓക്കെ, അതന്നെ കാണൽ അനുവദനീയമായതൊക്കെ ആണെങ്കിൽ മറ്റൊന്നും എന്താന്ന് നമുക്കറിയില്ല. അപ്പൊ അങ്ങനെ ഒരാളെ കണ്ട് തെറ്റ് ചെയ്താൽ പിന്നെ അയാളെ മോശമാക്കിയിട്ടാണ് ചിത്രീകരിക്കുക. പിന്നെ അയാൾക്ക് തൗബക്ക് ഒരു അവസരം ഇല്ലാത്ത നിലക്ക് നമ്മൾ ചെയ്യരുത്. അല്ലാഹു കാക്കട്ടെ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മാശറ മൻ ആമന ബിലിസാനിഹി, നാവുകൊണ്ട് വിശ്വസിച്ച മനുഷ്യന്മാരെ, വലം യദ്ഖുലുൽ ഈമാൻ ഫീ ഖൽബിഹി, ഖൽബിൽ ഈമാൻ കയറാത്ത മനുഷ്യന്മാരെ, ലാ തഗ്താബുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ ഗീബത്ത് പറയണ്ട, വലാ തത്തബിഉ ഔറാത്തിഹിം, അവരുടെ ഔറത്ത് ഇങ്ങനെ പിന്തുടരണ്ടെന്ന് പറഞ്ഞാൽ അവരെ തെറ്റുകൾ ഇങ്ങനെ ചുഴ്ന്നു നോക്കിയിട്ട് ഇങ്ങനെ നടക്കണ്ട. ഫൈന്നഹു മനിത്തബ ഔറാത്തിഹിം, ആരെങ്കിലും മുഅ്മിനീങ്ങളെ തെറ്റ് കണ്ടെത്താനായി നടന്നാൽ തത്തബിഉല്ലാഹു ഔറത്തഹു, അല്ലാഹു അവന്റെ തെറ്റും പിന്തുടരും, അവന്റെ ഔറത്ത് പിന്തുടരും എന്ന് പറഞ്ഞാൽ വമൻ തത്തബിഇല്ലാഹു ഔറത്തഹു, ആരെങ്കിലും ഔറത്ത് അള്ളാഹ് പിന്തുടർന്നാൽ, അള്ളാഹ് ഒരാളെ അങ്ങനെ പിന്തുടരാൻ തീരുമാനിച്ചാൽ യഫ്ലഹു ഫീ ബൈതിഹി, അവന്റെ വീട്ടിന്റെ ഉള്ളിലാണെങ്കിൽ പോലും അവൻ അള്ളാഹു നാണം കെടുത്തും എന്ന് വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കരന്റെ ഉള്ളിൽ അടിഞ്ഞതിരിക്കുകയാണെങ്കിലും വഷളാവുന്ന അവസ്ഥ അള്ളാഹു തരും. അള്ളാഹു പാകട്ടെ. അപ്പൊ സീരിയസ് ആണ്. നമ്മള് സാധാരണ പറയണ പോലെയല്ല, നമ്മള് ഒരുപാട് നമ്മളടുത്ത് നല്ല വന്നു പോണ തെറ്റുകളാണിത്. പൊതുവെ മനുഷ്യരുടെ നന്മകൾ നമ്മൾ പറയില്ലല്ലോ. നന്മകൾ നമ്മൾ പറയും, വലിയ ഉസ്താദ്മാരതൊക്കെ പറയും. നമ്മളെ സുഹൃത്തുക്കളുടെ നന്മ പരസ്പരം പറയാനൊക്കെ കഴിയണം. അങ്ങനത്തെ ഒരു ശീലം വളർത്തണം. വല്ലാഹു ഫി അടുത്ത് വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖി, ഹദീസിന്റെ അടുത്ത ഭാഗമാണ്. വല്ലാഹു ഫി ഔനിൽ അബ്ദി, അള്ളാഹു ഒരു അടിമയെ സഹായിച്ചുകൊണ്ടിരിക്കും. മാ കാനൽ അബ്ദു ഫി ഔനി അഖി, ഈ അടിമ തന്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം. അത് എന്ത് കാര്യത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല. ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ പറ്റിയിട്ട് പറയണ്ടേ, ഇമാം മുജാഹിദ് റളിയല്ലാഹു പറയണ്ടേ, ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ കൂടെ ഞാൻ യാത്രയിൽ അനുഗമിച്ചു. എന്തിനാ പോയതെന്നാണ്? ഇബ്നു ഉമർ റളിയല്ലാഹുവിന് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇബ്നു ഉമർ റളിയല്ലാഹുവിന് ഖിദ്മത്ത് ചെയ്യാൻ പോയപ്പോ ഫകാന യഖ്ദുമനി,
ഇബ്നു മർവാൻ എനിക്ക് ഇങ്ങോട്ട് ഖിദ്മത്ത് ചെയ്യായിരുന്നു. നമ്മളെ സമസ്തയുടെ മുഷാവറ മെമ്പറായിരുന്ന ഒരു വലിയ മഹാൻ മരണപ്പെട്ടു പോയി. അള്ളാഹു അവർക്ക് അവരെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരെ ആദരിക്കാൻ വേണ്ടിയിട്ടൊരു വലിയ സദസ്സ് ഉണ്ടായിരുന്നു. അവരെ ശിഷ്യന്മാര് വെച്ചൊരു സദസ്സ്. അപ്പൊ അതിലൊരു ശിഷ്യൻ, കുറെ മുമ്പത്തെ സംഭവമാണ്. അപ്പൊ ആ ശിഷ്യൻ ഉസ്താദിന്റെ ദർസിലെ 40 വർഷം അങ്ങനെ എന്തോ പൂർത്തിയാക്കിയതിന്റെ ഒരു ആദരം കൊടുക്കലായിരുന്നു. അന്ന് അവിടെ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ സംസാരിച്ചത് ഇങ്ങനെയാണ്: ഉസ്താദിന്റെ വീട്ടിൽ പോയാൽ നമുക്ക് തോന്നും നമ്മളാണ് ഉസ്താദ്. മനസ്സിലായില്ല? നമുക്ക് തോന്നും നമ്മളാണ് ഉസ്താദ്. എന്താ ഉസ്താദ് ഇങ്ങോട്ട് ഖിദ്മത്ത് ചെയ്യും. വലിയ ഉസ്താദന്മാരൊക്കെ ഒരു ചെയ്യുക. ചെറിയ ഉസ്താദിനൊക്കെ ആ സ്വഭാവം ഉണ്ടായിരുന്നു. അള്ളാഹു ദർജ ഉയർത്തി പോകണം. ഉസ്താദിന് ഇങ്ങനെ വെള്ളം കയറ്റി വരും. വെള്ളം കയറ്റി ഇങ്ങനെ വരും, കഴിച്ചോന്നൊക്കെ പറഞ്ഞിട്ട് ഹൈബത്തൊക്കെ ഉണ്ട് വിടും. പൊതുവെ നമ്മൾ ഉസ്താദന്മാരെ രീതി ഇങ്ങനെ കണ്ട ഭയങ്കര ഹൈബത്തായി, അടുത്ത് നോക്കിയാലേ വളരെ സിമ്പിളായിരിക്കും. അപ്പൊ അങ്ങനെ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി യാത്രയിലൊപ്പം കൂടി ഇബ്നു മർവാനിന്റെ. പക്ഷെ ഇബ്നു മർവാൻ ഇങ്ങോട്ട് ഖിദ്മത്ത് ചെയ്യാ. വകാന കസീറൻ മിന സ്വാലിഹീൻ. സ്വാലിഹീങ്ങളിൽ അധിക പണ്ഡിതന്മാരും എന്ത് ചെയ്തിരുന്നു, വലിയ മഹാന്മാരൊക്കെ നിബന്ധന വെക്കുമായിരുന്നു: ശിഷ്യന്മാര് കൂടെ യാത്ര ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് ഖിദ്മത്ത് ചെയ്യുന്നു. കാരണം എന്താ പറയാ, യാത്ര അല്ലാത്ത സമയത്ത് ശിഷ്യന്മാര് ഫുള്ള് ഉസ്താദിന് ഖിദ്മത്ത് ചെയ്യുന്ന അവസ്ഥ ഉണ്ട്. യാത്രയിലെങ്കിലും ഞാനൊന്ന് അങ്ങോട്ട് ഖിദ്മത്ത് ചെയ്യട്ടെ നിബന്ധന വെക്കുമായിരുന്നു വലിയ മഹാന്മാരൊക്കെ. സല്ലു അലാ നബി മുഹമ്മദിൻ വഅലൈഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ലീവിന് പോയല്ലേ? ഞാൻ അറിഞ്ഞു. നാളെ പോണേ? ഇപ്പൊ പോവാ? അള്ളാഹു അദ്ദേഹത്തിന്റെ യാത്രയിലെ ഹൈറും ബർക്കത്തും കൊടുക്കട്ടെ. യാത്ര ആക്കുമ്പോ എന്താ ചെല്ലുക? അസ്തൗദിഉല്ലാഹ ദീനക വഅമാനതക വഖവാതീമ അമലിക സവ്വദക അല്ലാഹു തഖ്വ വഗഫറ ദംബക വയസ്സറ ലകൽ ഖൈറ ഹൈസുമാ കുൻത. അള്ളാഹു അദ്ദേഹത്തിന്റെ യാത്രയിലൊക്കെ ഹൈറും ബർക്കത്തും കൊടുക്കട്ടെ. ഒക്കെ ഒരു സന്തോഷമാണ് അങ്ങോട്ട് കൊണ്ട് പറഞ്ഞു പോവാന്നൊക്കെ അല്ലേ? ആ യാത്രന്റെ ദുവിന്റെ ഒരു അർത്ഥം ആലോചിച്ചു കേട്ടൊരു സമാധാനമില്ല. കുറെ മോമിനിയങ്ങളെ നമുക്ക് യസ്സറ ലക്കൽ ഖൈറ ഹൈസുമാക്കും. ഇത് എവിടെ പോയി പെട്ടാലും ശരി അള്ളാഹ് നമുക്ക് ഹൈറ് തരട്ടെ. അതൊരു വലിയ ദുവല്ലേ മോമിനിയങ്ങൾ. അതൊക്കെ ഈ അങ്ങനത്തെ ദുആകളൊക്കെ ഇവിടുത്തെ ഈ ഭക്ഷണം കഴിച്ചാലൊക്കെ ദുആ എടുക്കാനൊക്കെ ഒരു മടി നമ്മുടെ നാട്ടിലെ ഈ പുത്തൻ ചിന്താഗതിക്കാർ കൊടുന്നതാണ്. അതായത് ഉസ്താദ്മാർക്ക് വരെ മടി ഉണ്ടാവും. കാരണം ദുആ ഇരുന്നാൽ വിചാരിക്കും ഉസ്താദിന് പൈസ കിട്ടാനാണ്. ഉസ്താദ് ചിലപ്പോൾ ഈ വന്ന ആളെക്കാളും പൈസ ഉള്ള ആളാവും. പക്ഷെ ദുആ എടുക്കാൻ മടിയാവും, എന്തെങ്കിലും കിട്ടാനാണോ. അത് നമ്മുടെ നാട്ടിൽ ഈ സാധുക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആൾക്കാർ അങ്ങനെ വിട്ടുപോയി. ദുആ എന്ന് പറഞ്ഞ് ദുആ എടുക്കണ എന്തിനാ? മുഹാജിറുകൾ മദീനയിൽ വന്നപ്പോ അവര് കയ്യിലൊന്നുമില്ല. എന്നാൽ അൻസാരികൾ കൊണ്ടുപോയി ഭക്ഷണം ഇങ്ങനെ കൊടുക്കും, പകരം കൊടുക്കാൻ ഒന്നുമില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്ത്, നിങ്ങൾ പകരം ദുആ നിർത്തോളെ. ആ ഒരു സുന്നത്താണ് നമ്മൾ ഉസ്താദ്മാരും നമ്മുടെ നാട്ടിലെ മഹല്ലുകളിലൊക്കെ പഠിക്കാനൊക്കെ വന്ന മുത്തല്ലിമീങ്ങൾ ഉസ്താദ്മാർ ശീലിപ്പിച്ചത്. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ നല്ല ബർക്കത്തുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളെ വീട്ടിൽ ഉസ്താദ്മാർ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്. ഇപ്പൊ ക്യാൻറ്റീനായി. ഇപ്പൊ ചെലവ് ഏതെങ്കിലും വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാവും. ആ ഒരു മിസ്സിങ് നമ്മളെ കഴിഞ്ഞ തലമുറയിൽ നമ്മളെ ഉമ്മാരും വല്യമാരൊക്കെ പറയുന്നത്. പണ്ടൊക്കെ ആണെങ്കിലും ചില ഉമ്മാരൊക്കെ പറയുന്നത്, നിങ്ങളെപ്പോഴുള്ള കാലത്താണെങ്കിൽ ഏതെങ്കിലും ഒരു മൊയ്ലിയ കുട്ടിയെങ്കിലും വെള്ളിയാഴ്ച അവിടെ ഭക്ഷണം കഴിക്കാണ്ടാവും. ഇപ്പൊ എത്ര കാലമായി ഒരു മൊയ്ലേരി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട്. അതൊക്കെ ഒരു ബർക്കത്താണ് ശരിക്കും. ആ ബർക്കത്തൊക്കെ നഷ്ടപ്പെട്ടപ്പോ നമ്മളെ നാട്ടിൽ നിന്ന് വേറെ പലതും ഇങ്ങനെ നാട് നീങ്ങി. ഓട്ടെ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നതിൽ ഇടയ്ക്ക് ചില ആൾക്കാർക്ക് നോമ്പുണ്ട്, സുന്നത്ത് നോമ്പ്. ചില ആൾക്കാർക്ക് നോമ്പുണ്ട്, ചില ആൾക്കാർക്ക് നോമ്പില്ല. സുന്നത്ത് നോമ്പുമില്ല, നോമ്പുണ്ട്, നോമ്പില്ല. യാത്രയിൽ നോമ്പ് മുറിക്കല് എന്താണ്? അനുവദനീയല്ലേ? ആണ്. ആ നോമ്പ് തന്നെ ഫർദ് നോമ്പിനെ പറ്റി പറഞ്ഞത്. ഞങ്ങൾ നോമ്പ്, ചില ആൾക്കാർക്ക് നോമ്പുണ്ട്, ചില ആൾക്കാർക്ക് നോമ്പില്ല. കടുത്ത ചൂട്. ചില ആൾക്കാർ ഇങ്ങനെ വസ്ത്രം കൊണ്ട് വെയിൽ തടുക്കുന്നുണ്ട്. ചില ആൾക്കാർ വസ്ത്രം ഇല്ലാത്തൊരു കൈകൊണ്ട് ഇങ്ങനെ തടുക്കുന്നുണ്ട്. തടുക്കാൻ വസ്ത്രം ഇല്ലാത്ത ആളുകൾ കൈകൊണ്ട് ഇങ്ങനെ വെയിൽ തടയും. ഈ സമയത്ത് നോമ്പില്ലാത്ത ആളുകൾ എന്ത് ചെയ്തെന്നറിയോ? അവരിങ്ങനെ നിന്നു. അപ്പൊ നോമ്പുള്ള ആൾക്കാർ അവരെ തണലിലിരുന്നു. എന്നിട്ട്
പിന്നെ അന്ന് ടെന്റ് കെട്ടാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ടെന്റൊക്കെ കെട്ടലൊക്കെ നോമ്പ് ഇല്ലാത്ത ആളുകൾ ടെന്റൊക്കെ കെട്ടിക്കൊടുത്ത് നോമ്പുള്ളവരൊക്കെ എൻ്റെ ഉള്ളിൽ കണ്ട് കിടത്തി. അപ്പൊ അവര് വിശ്രമമായി. അപ്പൊ നബിസ്വല്ലല്ലാഹു പറഞ്ഞു സഹബൽ മുഫ്തിറൂനൽ യൗമ ബിൽ അജ്ർ. ഇന്ന് കൂലിയൊക്കെ കൊണ്ടുപോയത് ആരാണ്? ഈ നോമ്പില്ലാത്തവരാണ്. ഇപ്പൊ ഏതിനെ കൂടുതൽ കൂലിയിട്ട്? നോമ്പ് മുറിച്ച ആൾക്കാർ കൂടുതൽ കൂലിയിട്ട്. അവരെന്താ ചെയ്ത്? നോമ്പ് നോറ്റ ആൾക്കാരെ സഹായിച്ചു. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഞാൻ എന്റെ ദിക്റോ ഔറാദോ സ്വലാത്തായിട്ട് ഇങ്ങനെ പോവാണ്, ആരായിട്ട് ഇടപഴകണ്ട. അതൊക്കെ തെറ്റാണ്. ഇതൊക്കെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഇടയ്ക്ക് തോന്നുകയൊക്കെ ചെയ്യും. നമ്മൾ ഏകാന്തനാവാണ്, നമ്മൾ വേറെ ലോകത്ത് പോവാണ്, നമ്മൾ എവിടേക്കും വരുന്നതൊക്കെ തോന്നും. പക്ഷെ അത് സത്യത്തിൽ ഇബ്ലീസ് തോന്നിപ്പിക്കണം. നമ്മളെ ഏകാന്തതയിൽ ഇരിക്കണൊക്കെ നമുക്ക് ഇതാണ് ഖൈർ. ഈ കൂട്ടത്തില് ഇൽമൊക്കെ ആയിട്ട് ഇടപെട്ട് ജീവിക്കണം. അതിന് അല്ലാഹു ആഫിയത്തും തൗഫീഖൊക്കെ തരട്ടെ. കഴിയുന്ന രീതിയിൽ സഹായിക്കുക എന്നുള്ള. എല്ലാവർക്കും പൈസ ആയിട്ട് സഹായിക്കാൻ പറ്റുമോ? എല്ലാവരും കൂടി പൈസ മാത്രമേ സഹായിച്ചാൽ എന്തുണ്ടാവുക? ലോകത്ത് വേറെ കാര്യത്തിനേക്കാൾ വേണ്ടേ? അതുകൊണ്ടാണ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ്, റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അന്ന ഫുഖറാൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളിൽപ്പെട്ട ഫഖീറായ ആൾക്കാർ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സഹബ അഹ്ലുദ് ദുസൂർ ബിദ്ദറജാത്തിൽ ഉലാ വന്നഈമിൽ മുഖീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ കൂലിയൊക്കെ ഈ പൈസ ഉള്ള ആൾക്കാർ കൊണ്ടുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാദാക, അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഖാലു യുസല്ലൂന കമാ നുസല്ലി, ഞങ്ങൾ നിസ്കരിക്കണം അതേപോലെ അവരും നിസ്കരിക്കുന്നുണ്ട്. വയസൂമൂന കമാ നസൂം, ഞങ്ങൾ നോമ്പ് വിൽക്കണ പോലെ അതേപോലെ അവരും നോമ്പ് വിൽക്കുന്നുണ്ട്. വയതസദ്ദഖൂന വലാ നതസദ്ദഖ്, അവർ നല്ല സ്വതക്ക കൊടുക്കുന്നുണ്ട്, ഞങ്ങളോ അത് കൊടുക്കണില്ല, ഞങ്ങളെ കയ്യിലുള്ള പൈസ ഇല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅ്തഖൂന വലാ നഅ്തിഖ്, അവര് അടിമകളൊക്കെ മോചിപ്പിക്കണം, ഞങ്ങളടുത്ത് അവർ അങ്ങനെ അടിമകളെ വാങ്ങി മോചിപ്പിക്കാനുള്ള പൈസ ഇല്ല. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു, പഴയകാല സമൂഹങ്ങൾ നിലനിന്നിരുന്നു. ഇസ്ലാം സത്യത്തിൽ ചെയ്ത എന്താണ്? ഓരോരുത്തരെ, അതുകൊണ്ടല്ലേ നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, ചെറിയൊരു കാരണം കിട്ടുമ്പോഴേക്കും മോചിപ്പിക്കുക. അത് അവരൊക്കെ മോചിപ്പിക്കാനുള്ള ഒരു വഴി കൂടിയാണ്. അങ്ങനെ അവര് മോചിപ്പിക്കണം, നല്ല കൂലി വാങ്ങണം, ഞങ്ങളടുത്ത് മോചിപ്പിക്കാൻ പൈസ ഇല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫലാ ഉഅല്ലിമുകും ശൈഅൻ തുദ്രികൂന ബിഹി മൻ ഖദ് സബഖകും, ഞങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെ. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ കാര്യം ചെയ്താൽ ഇവരെക്കാളും നിങ്ങൾ മുൻകടക്കും. നിങ്ങളെക്കാളും ശ്രേഷ്ഠരായത് വേറെ ഉണ്ടാവില്ല. പക്ഷെ അവർ നിങ്ങൾ അതേപോലത്തെ ചെയ്താൽ നിങ്ങൾ സമാവും ചെയ്യും. അത് പറഞ്ഞു. കാലു, അപ്പൊ അവര് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുസബ്ബിഹൂൻ, എന്ത് ചെയ്യാ? നിങ്ങൾ തസ്ബീഹ് ഇല്ല, വ തുകബ്ബിറൂൻ, തക്ബീർ ഇല്ല, വ തഹ്മദൂൻ, അൽഹംദുലില്ലാഹ് ഇല്ല, ദുബറ കുല്ലി സലാത്തി, എല്ലാ നിസ്കാരത്തിന്റെ ശേഷം സലാസം വ സലാസീന മറ, എന്താ ചെയ്യാ? 33 പ്രാവശ്യം ഇല്ല. അപ്പോ ഇവര് അത് സന്തോഷത്തോടെ തിരിച്ചുപോയി. പക്ഷെ ഇപ്പൊ റജാ ഫുഖറാൽ മുഹാജിരീൻ, കുറച്ചു നേരം മുഹാജിരീങ്ങൾ വീണ്ടും വന്നിട്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സമി ഇഖ്വാനുന അഹ്ലുൽ അംവാലി ബിമാ ഫഅൽന, ഈ ഞങ്ങൾ ഈ ചെയ്യുന്ന പണി ഇവരെ എങ്ങനെയോ മനത്തറിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഫഅലു മിസ്ലഹു, അവരും അതേപോലെ ചെയ്യാൻ തുടങ്ങി നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ, അത് അള്ളാഹു ചിലവർക്ക് കൊടുക്കുന്ന ശ്രേഷ്ഠതയാണ്, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇതില് മെസ്സേജ് എന്താ വെച്ചാൽ, സ്വതക്ക കൊടുക്കാനുള്ള പൈസ ഉള്ളവർക്ക് മാത്രം പറ്റിയ പണിയില്ല, എല്ലാവർക്കും പറ്റും. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുല്ലു മഅറൂഫിൻ സ്വതക്ക, എല്ലാ നന്മയും സ്വതക്കയാണ്. എല്ലാം. പിന്നെ ചെറുതായിട്ടുള്ള ഒരു ഹദീസ് നമുക്ക് രസകരമായി തോന്നി. എന്താ? യാത്രയില് കസ്റാക്കാനല്ലേ, 4 ലൈന് 2 ആക്കാം. മഗ്‌രിബിനെ 2 ആക്കാൻ പറ്റുമോ? 1 ആക്കാൻ പറ്റുമോ? ഇല്ലല്ല, ചില ആൾക്കാർ ഡൗട്ട് ചോദിക്കല്ലേ. ഇല്ല, 4 ലൈന് 2 ആക്കുക എന്നുള്ളതാണ് എന്ത്? കസ്ർ, 2 ആക്കാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫീ ഖസ്രി സലാത്തി ഫി സഫരി സ്വതക്ക, അത് സ്വതക്കയാണ്, അള്ളാഹ് നിങ്ങൾക്ക് സ്വതക്ക തരികയാണ്. അതെന്താ? തസദ്ദഖല്ലാഹു ബിഹാ അലൈക്കും ഫഖ്ബലു
അപ്പോൾ സ്വതക്കം ഈ അക്തിപരിസ്ഥാക പ്രത്യേകിച്ച് യാത്രയിൽ ശ്രദ്ധിക്കാൻ പറയേണ്ട ഒരു കാര്യമാണ് എന്ത് സുന്നത്ത് നിസ്കരിക്കും യാത്രയിൽ. എന്താ ഇപ്പോൾ ദുഹർ ഒരാൾ 2 നിസ്കരിച്ചാൽ അത് സുന്നത്ത് നിസ്കരിക്കാമല്ലോ, മനസ്സിലായില്ല. 4 നിസ്കരിക്കുന്ന സ്ഥാനത്ത് നമ്മൾ കസർ അനുവദനീയമായ സമയത്ത് കസർ ഒക്കെ നിസ്കരിച്ചു, എന്നാ ആ ചാൻസിൽ സുന്നത്ത് നിസ്കരിക്കാം. എന്നാൽ ഫർദിന്റെ കൂലി വല്ലതും കുറയോ? ഇല്ല, സുന്നത്തിന്റെ കൂലി കിട്ടും ചെയ്യും. അള്ളാഹു എപ്പോഴും യാത്രയിലും അല്ലാത്തപ്പോഴും ഒക്കെ അള്ളാഹു നല്ല രീതിയിൽ നിസ്കാരം നിലനിർത്താൻ തൗഫീഖ് ചെയ്യണം. ഇല്ല, അത് ഞാൻ കിതാബിൽ കണ്ടല്ലേ, അതേപോലത്തെ ഉസ്താദന്മാരൊരു രീതി കണ്ടത് ശേഷമുള്ളതൊക്കെ പിന്നെ നിസ്കരിക്കാം. ഫർദ് കാരണം പ്രശ്നമല്ല. എന്താ, ഫർദ് ഒന്ന് നിസ്കരിച്ചാൽ ജമ്മാക്കുമ്പോൾ ഒരു ഇക്കാമത്തിന്റെ ഗ്യാപ്പേ വരാൻ പാടുള്ളൂ. ദുഹർ അസ്ർ ഒന്നിച്ച് നിസ്കരിക്കുമ്പോൾ ദുഹർ കഴിഞ്ഞ് അസ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ ഒരു ഇക്കാമത്തിന്റെ ഗ്യാപ്പേ മാക്സിമം വരാൻ പാടുള്ളൂ. പിന്നെ സുന്നത്ത് നിസ്കരിക്കാന്നാൽ ജമ്മ എന്ന് പറയില്ല. അപ്പൊ എന്ത് ചെയ്യും, മുമ്പുള്ളതൊക്കെ ആദ്യം നിസ്കരിക്കും, ശേഷമുള്ളതൊക്കെ ശേഷം നിസ്കരിക്കും. പിന്നെ ആ സ്വതക്കത്ത് ബിഗൈരിൽ പൈസ ഇല്ലാത്തതുകൊണ്ടൊക്കെ സ്വതക്ക ചെയ്യാം. അതിലൊന്ന് ജനങ്ങൾക്കൊക്കെ നന്മ ചെയ്യാം. നന്മ നമ്മളടുത്ത് ഇല്ല എന്താണോ അത് കൊടുക്കുക. അതിലാണ് ഒന്നെന്ത് അംറും ബിൽ മഅറൂഫ് നഹ്യും അനിൽ മുൻകർ. പിന്നെ ഇൽമ് പറഞ്ഞു കൊടുക്കുക. നല്ലൊരു ക്ലിപ്പൊക്കെ കിട്ടിയ ഫോർവേഡ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ അർത്ഥം വെക്കില്ലായിരുന്നു, അതുകൊണ്ടാണ്. അതിലൊക്കെ ഹൈറുള്ളത് മതിട്ടോ. അതൊക്കെ ഹൈറിൽ ഈ വസ്വാസാക്കണത് ഒരാള് ചില ആൾക്കാർക്ക് ഉണ്ട് ഒരു സ്വഭാവം, ഇങ്ങനെ വലിയ ക്ലിപ്പൊക്കെ കണ്ട് അയക്കും. പിന്നെ ഈ വലിയ ആലിമ്യങ്ങളെ കുറ്റം പറയണം, എന്നിട്ട് ഇതിന് മറുപടി ഉണ്ടാവും. ഇതിപ്പോ ഒക്കെ ഇപ്പൊ കേൾക്കല്ലേ, നമ്മളെല്ലാ ആലിമ്യങ്ങളെ കുറ്റം ഇങ്ങനെ കേൾക്കല്ലേ. എല്ലാത്തിനും മറുപടി അറിയാന്നുള്ളതൊന്നും, അതിന് മറുപടി വേണമെന്നുള്ളതാണ് ആദ്യം പഠിക്കേണ്ടത്. പിന്നെ ചില കാര്യത്തിന് അതിന് ഹദീസ് തെളിവ് വേണമെന്നുള്ളതാണ്. ഹദീസൊക്കെ നമ്മൾ ബർക്കത്തിനാണ് പറയണത്. നമുക്ക് നമ്മള് ശംസുലൈമ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്കതായി. ചെറുശേരിത്തൊക്കെ പലപ്പോഴും പറയും കുത്തുബി അങ്ങനെ ഫത്ത് കൊടുത്തിട്ടുണ്ട്. അത് പറഞ്ഞാല് നമുക്ക് ചെറുശേരിത്ത മതി, ശംസുലൈമ മതി. അപ്പൊ അങ്ങനെ ചിന്തിക്കണം. നമ്മളാരും ഒരു ഹദീസ് മാന്യമര്യാദക്ക് നോക്കിയിട്ട് അർത്ഥം വെക്കാൻ അറിയാത്ത ആൾക്കാരെ നമ്മൾ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണേ, ഇതിന് ഹദീസ് ഉണ്ടോന്ന് ചോദിക്കണം. അള്ളാഹു നോക്കട്ടെ. പിന്നൊന്ന് അള്ളാഹുവിന്റെ ത്വാഅത്തിലേക്ക് ക്ഷണിക്കുക. അള്ളാഹുവിന്റെ ത്വാഅത്തിലേക്ക് ക്ഷണിക്കുക, നാഫിയായ ഇൽമ് പഠിപ്പിക്കുക, ഖുർആൻ ഓതി കൊടുക്കുക, വഴിയിലുള്ള തടസ്സങ്ങൾ നീക്കുക. ഇതൊക്കെ ഇങ്ങനത്തെ ഉപകാരങ്ങളിൽ പെട്ട. പിന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്താ പറയുക, അദ്ദുആഉ ലിൽ മുഅ്മിനീന വൽ ഇസ്തിഗ്ഫാർ ലഹും. ദുആ ഇറക്കുക, ഇസ്തിഗ്ഫാർ ചെയ്യില്ല, മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കണം. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. എപ്പോഴും ദുആ ഇറക്കുന്നല്ല, എല്ലാവരെയും ഉൾക്കൊണ്ടിട്ട്. അപ്പൊ നമുക്കും അള്ളാഹു എന്ത് ചെയ്യും, അതിന്റെ പ്രതിഫലം തരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു, അഫ്ദലു സ്വദഖത്തി സ്വദഖത്തുൽ ലിസാൻ. ഏറ്റവും നല്ല സ്വതക്ക നാവിന്റെ സ്വതക്കയാണ്. ഖീല യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാ സ്വദഖത്തുൽ ലിസാനി, എന്താ നാവോണ്ടുള്ള സ്വതക്ക നബിയെ? അപ്പൊ അവിടെ നിന്ന് പറഞ്ഞെന്ത്, ഷഫാത്ത് റെക്കമെൻഡ് ചെയ്യാം. എന്തിന്? എവിടെങ്കിലും ബന്ധിക്കപ്പെട്ട ഒരാളെ മോചിപ്പിക്കാൻ വേണ്ടി ഷഫാത്ത് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ രക്തം ചിന്തുന്നതിൽ നിന്ന്, കൊലയിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട് ഷഫാത്ത് ചെയ്യാം, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു നന്മ കൊണ്ടുവരാൻ വേണ്ടി, നന്മ കിട്ടാൻ വേണ്ടിയിട്ട് ഷഫാത്ത് ചെയ്യുക, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും പ്രയാസം മാറി കിട്ടാൻ വേണ്ടി ഷഫാത്ത്. ഇതൊക്കെ നമുക്കൊക്കെ പറ്റിയ പണിയല്ല പലപ്പോഴും, അല്ലേ? ചില ആൾക്കാരുടെ ചില കാര്യം വിളിച്ചു പറഞ്ഞാൽ അവരിത് ചെയ്യുമായിരിക്കും. അപ്പൊ നമുക്ക് തോന്നുന്നത് എങ്ങനെ ഇപ്പൊ ഞാൻ ഇതിന്റെ സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് ഇതാക്കാണ് ഇല്ല. അതൊക്കെ ഹൈറ് വിചാരിച്ചാൽ അള്ളാഹു അതിനുള്ള വഴി തരും. CH ഉസ്താദിന്റെ ഒക്കെ വലിയ പ്രത്യേകത അതായിരുന്നു. ഉസ്താദ് ആരുടെ മുമ്പിലുള്ളത് പറയാനാണ് പൊതുവെ പറയാറുണ്ട്. ഏറെയല്ല, ഒരു അനുഭവസ്ഥൻ അതുപോലെ വളരെ അടുപ്പുള്ള ഒരാൾ പറഞ്ഞാണ്, മഹാനായ ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ്, അവരെടുത്ത് അങ്ങനെ ഇങ്ങനെ കയറിയിട്ട് കാര്യങ്ങൾ പറയാന്നുള്ളത് പേടിയെടുത്ത് പറയാം. കാരണം ഒരു ഹൈബത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോ എന്തെങ്കിലും അങ്ങനെ പറയാൻ നമുക്ക് പേടിയുള്ള കാര്യങ്ങൾ, അതായത് ചില കാര്യങ്ങൾ പങ്കെടുക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ കൂടുതൽ CH ഉസ്താദിനെ ഉപയോഗപ്പെടുത്തിയിരുന്നു. CH ഉസ്താദിന് അത് ഹൈറാന്ന് തോന്നി, നേരെ പോവാ സലാം പറയാനുള്ള കാര്യം പോരാ. CH ഉസ്താദിനെ ശംസുലമക്ക് വലിയ ഇഷ്ടമായിരുന്നു. എന്താ കാരണം അറിയാം, കോഴിക്കോട് നടന്ന ഒരു അനുസ്മരണ സമ്മേളനത്തിൽ CH ഉസ്താദിനെ അനുസ്മരിച്ച ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് പറഞ്ഞതാണ്, അവര് മുസ്തജാബുദ്ദുആയിരുന്നു.
ദുആക്ക് ഉത്തരമുള്ള മഹാനായിരുന്നു. ഞാൻ പലപ്പോഴും പ്രയാസം നേരിട്ടപ്പോൾ ഐത്രസൂലിയെ കൊണ്ട് ദ്വാരപ്പിച്ചിട്ട് എനിക്ക് അനുഭവം ഉണ്ട്, അതൊക്കെ ശരിയായ അനുഭവം എനിക്കുണ്ട് എന്ന് ശംസുലൈമ പറഞ്ഞിരുന്നു. എന്തുകൊണ്ടിട്ട് ഇഖ്ലാസാണ്. ഉള്ളും പുറം ഒരേപോലെയായിരുന്നു. അപ്പൊ അങ്ങനത്തെ മഹാന്മാരുണ്ട്. അവരെന്ത് ചെയ്യും? ആരോടുള്ള കാര്യം, ദീന്റെ കാര്യത്തിനല്ലേ ആ രീതിയിൽ സംസാരിക്കും. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിന സ്വദഖത്തി അൻ തുസല്ലിമ അലന്നാസ്, ജനങ്ങളോട് സലാം പറവാ അന്ത ത്വലീഖുൽ വജ്ഹി, നല്ല പ്രസന്നവദനായിട്ട് എന്ത് ചെയ്യുക? സലാം പറയാം. ഇതൊക്കെ പറയണത് എന്തിനാ അറിയോ? ഈ സ്വതക്ക എന്നുള്ളതിന്റെ കൂലി നമുക്ക് കിട്ടാൻ കുറേ വഴികളുണ്ട്. കാരണം സലാം പറയുന്ന ഒരാൾക്ക് രക്ഷ ഉണ്ടാവട്ടെ ദ്വാരക്കല്ലേ, അതൊരു ഹൈറല്ലേ. അപ്പൊ അത് നമുക്ക് കഴിയണ ഉപകാരം നമ്മൾ ചെയ്തു. പിന്നെ നമ്മൾ ഒരു സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിക്കുക, ഒരാൾക്ക് അറിയാത്ത കാര്യം പഠിപ്പിച്ചു കൊടുക്കുക. പിന്നെയുള്ള പറയാത്ത ഒരു കാര്യം വേറെ ഹദീസിൽ വന്നത്, ഒരാൾക്ക് വഴി അറിയാതെ പ്രയാസപ്പെടുമ്പോൾ അയാൾക്ക് ഗൈഡൻസ് കൊടുക്കുക. അത് രണ്ട് നിലക്കുള്ള വഴി അങ്ങനെ തന്നെ. ഇപ്പൊ ചില ആൾക്കാരുണ്ടാവും കുറേ തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടാവും, എന്നിട്ട് അയാൾക്ക് തോന്നുന്നത് ഒന്ന് നന്നാവണം തോന്നിയ ഒരു സുഹൃത്തിനോട് വന്ന് പറഞ്ഞാൽ സുഹൃത്ത് എന്താ ചെയ്യേണ്ടത്? വളരെ രഹസ്യമായിട്ട് അങ്ങനെ അയാളെ ഗൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ സുഹൃത്ത് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ആൾക്കാരെടുത്ത് സ്വകാര്യമായിട്ട് പറയാം. കുറെ തെറ്റ് ചെയ്യാത്ത ആളുകൾ, പക്ഷെ പല ആളുകളും നമ്മളൊക്കെ അനുഭവം, ഈ അബുദാബിയിലെ കുറഞ്ഞ കാലത്തെ അനുഭവത്തിലുള്ളത്, നല്ല ചെറുപ്പക്കാരൊക്കെ തെറ്റുകളൊക്കെ എന്താ ചെയ്യുക, ഇതൊക്കെ ഒരു കുറ്റബോധം വന്നിട്ട് തൗബ ചെയ്തിരിക്കണം. ഇഷ്ടംപോലെ മനുഷ്യന്മാരുണ്ട്. അവർ നമ്മളെപ്പോലെ ഇങ്ങനെ കന്തൂരും തൊപ്പിയൊന്നും ഇട്ടിട്ടുണ്ടാവില്ല എന്നുള്ളൂ. ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവരെ തൗബക്ക് നമ്മൾ ഈ ചെയ്യണ ഈ ഇതിനേക്കാളൊക്കെ പ്രതിഫലം ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. അവരൊക്കെ ആ രീതിയിൽ സഹായിക്കുക. പിന്നെ നല്ല കാര്യങ്ങളോടൊക്കെ അടുപ്പിക്കുക. ഇവിടെ സലാത്തൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യലുണ്ട് സുഹൃത്തുക്കളെ. അതായത് ഇങ്ങനെ സലാത്ത് ഉണ്ട്, അവിടെ പോയാൽ കുറെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും, ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ പറഞ്ഞിട്ടൊക്കെ തന്നെ കൊണ്ടുവരണ്ടേ. അപ്പോൾ പിന്നെ അയാൾ ഇതിനോട് സലാത്ത് ചെല്ലിണ്ടാവും, അതിനോടൊരു ഇഷ്ടം കുടുങ്ങും. പിന്നെ അയാൾ അള്ളാഹുമായി റസൂലിനോട് കൂടുതൽ അടുക്കും. അപ്പൊ അയാളെ സഹായിച്ചതിന്റെ കൂലി നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ആഖിറത്തിലെ പ്രയാസം അള്ളാഹു തീർത്തു. ഇതൊക്കെ ഇപ്പൊ നമുക്ക് പറ്റുന്ന പണിയല്ലോ. പിന്നെ വഴിയിലുള്ള പ്രയാസങ്ങൾ തീർത്തു കൊടുക്കുക. പിന്നെയുള്ള ഒന്ന്, എന്താ, നിന്റെ ബക്കറ്റിൽ നിന്ന് സുഹൃത്തിന്റെ ബക്കറ്റിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കുക എന്നുള്ള പോലും സ്വതക്കാണ്. അപ്പോൾ ഓരോരുത്തരെ സഹായിക്കണതിന്റെ ചെറിയ ഒരു രീതിയാണെങ്കിൽ പോലും അതിനെന്ത് ചെയ്യും? അള്ളാഹു കൂലിയിലുണ്ട്. പിന്നെ ഇനിയിപ്പോ ഇവിടുത്തെ ഒരു അവസ്ഥ വെച്ചാൽ ഇപ്പൊ എല്ലാവർക്കും സ്വതക്ക കൊടുക്കാനും സാമ്പത്തികമായിട്ടൊന്നും അങ്ങനെ ഒരു കഴിയാത്ത കുറെ ആൾക്കാരുണ്ടാവില്ലേ. എല്ലാവരും ഇവിടെ വന്ന് കിട്ടുന്ന ശമ്പളം കുടുംബത്തിന്റെ ചെലവിന് മാത്രം തികയണുള്ളൂ അല്ലേ, അല്ലെങ്കിൽ അതിനും തികയണില്ല. അങ്ങനെയുള്ളവർക്ക് സന്തോഷ വാർത്തയുള്ള ഒരു ഹദീസ് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്, നീ അള്ളാഹുവിന്റെ വജ്ഹ് വിചാരിച്ചിട്ട് ആർക്ക് കൊടുത്താലും അതിന്റെ പേരിൽ കൂലി കിട്ടും. ഹത്തൽ ലുഖ്മ തർഫഉഹാ ഇലാ ഇംറാഅതി, നിന്റെ ഭാര്യയുടെ വായിലേക്ക് നീ കൊടുക്കുന്ന ഒരു ഉരുള ഭക്ഷണം പോലും എന്താണ് ഈ സ്വതക്കന്റെ കൂലി കിട്ടും. ഏതായാലും ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കാനാണ് നീ വന്നത്, ഈ നിയ്യത്ത് നന്നാക്കിയാലേ ഇതിന്റെ കൂലി കിട്ടും. അതിന് സൗബാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്, ഏറ്റവും നല്ല ദീനാറ്, അതായത് ഏറ്റവും നല്ല പണം, അത് ചെലവഴിക്കൽ ഏറ്റവും നല്ലത് ആരാണ്? ദീനാറു യുംഫിഖുഹു റജുലു അലാ ഇയാലി, കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നതാണ് ഏറ്റവും നല്ല പണം. അത് നമുക്ക് സന്തോഷമാണ് അല്ലേ. എല്ലാവർക്കും ഇപ്പൊ അവനാന്റെ ചെലവ് കഴിച്ച് ബാക്കിയൊന്നും ഉണ്ടാവില്ല. പിന്നൊന്ന്, ദീനാറു യുംഫിഖുഹു അലാ ഫറസിഹി ഫീ സബീലില്ലാഹ്, എന്താ, വാഹനം ഒട്ടകത്തിന് അള്ളാന്റെ മാർഗത്തിൽ ചെലവാക്കണം. അപ്പൊ അള്ളാന്റെ മാർഗത്തിൽ എണ്ണ അടിച്ചിട്ട് വണ്ടി പോവാന്നുള്ളത് കൂട്ടൂലേ? കിട്ടും. നമ്മൾ ചിലപ്പോ കുറെ ദീനിന് വേണ്ടിയിട്ട് കുറെ നമ്മളെ സ്വന്തം റിസ്കിൽ പൈസ ചെലവാക്കി പോകണ്ടാവും, അതൊക്കെ അള്ളാഹു കൂലിയായിരിക്കും. അപ്പൊ ദീനാറു യുംഫിഖുഹു റജുലു അലാ അസ്ഹാബിഹി ഫീ സബീലില്ലാഹ്, സ്വന്തം സുഹൃത്തുക്കൾക്ക് അള്ളാന്റെ മാർഗത്തിൽ എന്ത് ചെയ്യുക? ചെലവഴിക്കൽ, അതിനൊക്കെ സ്വതക്കന്റെ കൂലി കിട്ടുന്ന. അപ്പോ ഇനി വേറൊന്ന്, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കുടുംബം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയല്ലോ. അതിനെ പറ്റി മുഹദ്ദിസുകൾ പറയുന്നത്, ഒരു മനുഷ്യന് ഏറ്റവും കൂലിട്ട കുടുംബത്തിന് കൊടുത്താലെന്ന് ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം, കുട്ടികളൊക്കെ
നമ്മൾ കുട്ടികൾ നമ്മളെ ആശ്രയിച്ച് ജീവിക്കണവരല്ല. അല്ല അങ്ങനെയല്ല ആക്കിയത്. ഈ കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ മക്കൾ വേറൊരാളെ മുന്നിൽ കൈ നീട്ടാത്തൊരവസ്ഥ അള്ളാഹു തരുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു അവസ്ഥ നമ്മൾ മക്കൾക്ക് ഉണ്ടായി കൊടുത്തതിന് രക്ഷിതാക്കളായ നമുക്ക് അള്ളാഹു സ്വതക്കന്നെ പ്രതിഫലം തരും. അള്ളാഹു തരട്ടെ. അപ്പൊ നീയത്ത് നന്നാക്കിയാൽ മതി. നമ്മൾ മക്കളെ കുടുംബം പോറ്റാൻ വന്നത് കുടുംബത്തെ വിട്ടു നിൽക്കുന്നുണ്ട്, കുറെ കാലം ലീവ് കിട്ടാതെയും പ്രയാസപ്പെട്ടിട്ടൊക്കെ ജോലി ചെയ്യുന്നൊക്കെ ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് അതൊന്നും വെറുതെ ആക്കൂല. നീയത്ത് നന്നാക്കിയാൽ മതി. ഇതൊന്നും അള്ളാഹു വെറുതെ ആക്കൂല. ഇതിനൊക്കെ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമുക്ക് പകരം തരട്ടെ. പിന്നെ അബൂ ഹുറൈറ എന്ന് പറയുന്ന ഒരു ഹദീസ്, ഇത് രസമുള്ള ഹദീസാണ്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ത്യ ദീനാറ് ഞാൻ വരാൻ കുറച്ച് വൈകിക്കണില്ലേ, വേറെ ചില തിരക്കി പെട്ടോണ്ടാണ്, ഇത് നിർത്തും. ഇതിൽ 51 മിനിറ്റായി, ഞാൻ അധികം നീട്ടി കൊണ്ടുപോയി. ഒരാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വതക്ക കൊടുക്കുന്ന വരപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എന്റെ അടുത്ത് ഒരു ദീനാറുണ്ട് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസദ്ദഖ് ബിഹി അലാ നഫ്സിക, സ്വന്തം നഫ്സിന്റെ പേരിൽ സ്വതക്ക ചെയ്താണ്. അപ്പൊ അതിന് ഞാൻ എന്തെങ്കിലും വാങ്ങിക്കഴിച്ചാൽ ഞാൻ എനിക്ക് തന്നെ സ്വതക്ക കൊടുത്ത കൂലി കിട്ടിയത്. അപ്പൊ ഇയാൾ പറഞ്ഞു, ഇന്ത്യ ദീനാറും ആഖിറ, വേറൊരു ദീനാറും കൂടി ഉണ്ട് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസദ്ദഖ് ബിഹി അലാ സൗജതിക, നിന്റെ ഭാര്യക്ക് സ്വതക്ക കൊടുത്തു. പിന്നെ ഭാര്യക്കുള്ളത് കൂടി വാങ്ങിയാൽ മതി ഭക്ഷണം. കാരണം ഇന്ത്യ ദീനാറും ആഖിറ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ അടുത്ത് വേറൊരു ദീനാറും കൂടി ഉണ്ട് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പറഞ്ഞു, തസദ്ദഖ് ബിഹി അലാ വലദിക, എന്നാ എന്റെ കുട്ടിക്ക് സ്വതക്ക കൊടുത്തു. അപ്പൊ പറഞ്ഞു, കാരണം ഇന്ത്യ ദീനാറും ആഖിറ, വേറൊന്നും കൂടി ഉണ്ട് നബിയെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസദ്ദഖ് ബിഹി അലാ ഖാദിമിക, വീട്ടില് വേലക്കാരൻ ഉണ്ടെങ്കിൽ അതിന് കൊടുത്തു. അയാൾ പറഞ്ഞു, കാലം ഇന്ത്യ ദീനാറും ആഖിറ, വേറൊന്നും കൂടി ഉണ്ട് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എന്താ പറഞ്ഞിട്ടുണ്ടാവാ, അന്ത അബ്സറു, ഇനിയിപ്പോ ആർക്കാ കൊടുക്കേണ്ടിയുള്ള അവകാശങ്ങളൊക്കെ ഇപ്പൊ അനക്ക് തന്നെ അറിയാലോ. അങ്ങനെ പറഞ്ഞു. അതായത് അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാൻ അടുത്ത കുടുംബക്കാർക്കാണ് പിന്നെ കൊടുക്കേണ്ടത്. കുടുംബക്കാർക്കാണ്, കുടുംബങ്ങളിൽ പാവപ്പെട്ട ആൾക്കാർക്കാണ് എന്ത് ചെയ്യേണ്ടത്, പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ചില ആൾക്കാരുണ്ടാവും ലോകത്ത് മൊത്തം ചാരിറ്റി പ്രവർത്തനം നടക്കും, കുടുംബത്തിൽ കൊടുത്താൽ ചിലപ്പോൾ ആരും അറിയില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യില്ല, കൊടുക്കില്ല. കുടുംബത്തിൽ പ്രയാസപ്പെടുന്ന ആളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം. അപ്പൊ കുടുംബബന്ധം ചേർത്ത കൂലിയും കിട്ടും, സ്വതക്കൊടുത്ത കൂലിയും കിട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഒരു മുസ്ലിം ഹദീസ് വായിക്കുന്ന കാര്യം പറയുന്നത്, ഒരാൾ എന്തെങ്കിലും ഒരു ചെടി നട്ടു, അതായത് കൃഷിയൊക്കെ ചെയ്തു, അതിൽ നിന്നൊരു മനുഷ്യനോ പക്ഷിയോ മൃഗോ എന്ത് കഴിച്ചാലും അതിൻ്റെ ഒക്കെ നമുക്ക് സ്വതക്കന്റെ കൂലി കിട്ടും. നല്ല സുഖമില്ല എങ്ങനെയാണെങ്കിലും. നമ്മളെ വീട്ടിലൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ ചെടികളും വൃക്ഷങ്ങളിൽ നിന്നൊക്കെ ഒരു പക്ഷി കൊത്തിക്കൊണ്ടായി, അല്ലെങ്കിൽ എന്തെങ്കിലും മൃഗം വന്നിട്ട് കടിച്ചു, അതിന് സ്വതക്കന്റെ കൂലി കിട്ടുന്നു. ഇമാം ഷഹറാനി റഹിമഹുല്ലാ അവരെ സ്വഭാവങ്ങളിൽ ഇങ്ങനെ പറയുന്നത്, അവര് ഈ മൃഗങ്ങളോടൊക്കെ വലിയ അടുപ്പം കാണിച്ചു, എല്ലാ ജീവികളോടും അടുപ്പം കാണിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇവര് ഷെയ്ഖിനെ പറ്റി പറയുന്നത്, ഇമാം അബ്ദുൽ വഹാബ് ഷഹറാനി റളിയല്ലാഹു അൻഹു, ഇവര് കയ്യിൽ വടി ഉപയോഗിക്കില്ലായിരുന്നു യാത്രയിൽ, വടിയോ ചാട്ടവാറോ ഉപയോഗിക്കില്ല. അപ്പൊ അതിന്റെ കാരണം പറഞ്ഞത്, എന്റെ ഈ കുതിര വഴി തെറ്റിയാൽ ഞാൻ എന്ത് ചെയ്യും, എന്റെ വസ്ത്രം കൊണ്ട് തന്നെ ഞാൻ അതിനെങ്ങനെ അടിച്ചിട്ട് വഴി ശരിയാക്കും. കാരണം വടി കയ്യിലുണ്ടെങ്കിൽ ഞാൻ അതിനെ അടിക്കും. അങ്ങനെ ദേഷ്യം പിടിച്ച് അടിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് അല്ലാഹു ഇതിന് പകരം ഇതിനെ തിരിച്ചു ചോദിക്കാൻ, കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ കുത്തിയാൽ അതിന് പകരം ചോദിച്ചിട്ടാണ് അല്ലാഹു എന്ത് ചെയ്യുള്ളൂ, കൂനി തുറാബാന്നൊക്കെ പറയുള്ളൂ. അപ്പോ ഒട്ടകപ്പുറത്ത് കയറുമ്പോ പോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരു സഹാബി പറയുന്നുണ്ട്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ യാത്ര പോയിരുന്നു ഒരു യുദ്ധത്തിന്. അപ്പൊ എന്റെ ഒട്ടകം വളരെ മെലിഞ്ഞ ഒരു ഒട്ടകമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിറിയാ സാഹിബൽ ഫറസ്, ഇത് അധികം ഇങ്ങനെ നടക്കണമെന്നില്ല. അപ്പോ ആ ഒട്ടകത്തിന്റെ ആള് മുന്നോട്ട് എടുക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഒട്ടകം വളരെ മെലിഞ്ഞതാണ് നബിയെ, അതുകൊണ്ട് ഇതിന് നടക്കാനൊന്നും അധികം കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, കയ്യിലുണ്ടായിരുന്ന ചാട്ടവാർ എടുത്തിട്ട് ഇതിനടിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹു ബാരിക് ലഹു ഫീഹാ, ഇതിന് ബർക്കത്ത് കൊടുക്കണേ എന്നായിരുന്നു. പിന്നെ ഈ മൃഗം എല്ലാത്തിനെയും മറികടക്കുന്നതായി മാറിയതാണ്. ഇതേപോലത്തെ അനുഭവങ്ങൾ വേറെ സഹാബത്ത് പറഞ്ഞതായിട്ട് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ബനു അബസിലേക്ക് ഒരു ആവശ്യത്തിന് ഒരു സഹാബിയെ പറഞ്ഞയച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബി പറഞ്ഞു, എന്റെ ഒട്ടകം വളരെ ക്ഷീണിച്ചതാണ് നബി, പതുക്കെ നടക്കുള്ളൂ,
അതൊന്ന് ഇരുന്നാൽ പിന്നെ അതിന് എഴുന്നേൽക്കാൻ പ്രയാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലുകൊണ്ട് അതിനെങ്ങനെ അടിച്ചു എന്നാണ്. എന്നിട്ട് ദ്വാരുന്നു അതിന് വേണ്ടിയിട്ട്. പിന്നെ അത് നല്ല മികച്ചതായി. ഇത് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അടിച്ചു എന്നൊക്കെ ഇവിടെ മൃഗങ്ങൾ അടിച്ചു എന്നുള്ളത് പോലും പറയുന്നത് പ്രയാസപ്പെടുത്താത്ത രീതിയിലാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്നാണ്. ഏതെങ്കിലും ഒരു ഒട്ടകം ഹസിനത്ത് എന്നാണ് കിതാബുകളിലൊക്കെ കാണും, ദുഃഖിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം കാണാം. പിന്നെ ഏതെങ്കിലും ഒരു ഒട്ടകം യജമാനൻ പറഞ്ഞ് കേൾക്കാതെ ഇങ്ങനെ അവിടെ കിടക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കും ഇതിനെന്തോ ടെൻഷൻ ഉണ്ട്. കാരണം ഒട്ടകത്തിന്റെ ഒരു പ്രത്യേകിച്ച് ഒട്ടകത്തിന്റെ സ്വഭാവം എന്താ, പിന്നെ ഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് അതിലത്തെ വലിയ മെസ്സേജ് എന്നറിയോ? യജമാനെ അനുസരിക്കുക എന്നുള്ളതാണ്. അതാണ് ഒട്ടകത്തിൽ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും ആദ്യത്തെ പാഠം. എന്താ? യജമാനായ അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളത്. ഒട്ടകം അറക്കാൻ പിടിച്ച പോലെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ മൃഗങ്ങൾക്കൊക്കെ ഒരു ടെൻഷൻ വന്നാൽ അത് എഴുന്നേൽക്കാതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിക്കൂല എന്നാണ്. എന്നിട്ട് പറയുന്നത് ദുആ ഇരിക്കും അതിന് വേണ്ടിയിട്ട്, റഹ്മത്തിന് വേണ്ടി ദുആ ഇരിക്കും. നമ്മൾ ഇന്നേ വരെ ഏതെങ്കിലും ഒരു മൃഗത്തിന് റഹ്മത്തിന് ദുആ ഇരിക്കാം, അങ്ങനെ ദുആ ഇരിക്കായിരുന്നു എന്നാണ്. അപ്പോ ഈ മൃഗങ്ങളൊക്കെ ഇറങ്ങിയിറാക്കണപ്പോ നാളെ ആരോ ചെയ്യുന്നുണ്ട്. ഈ ലേസറിന്റെ ഒരു കുട്ടിയാണ്, ഈ ലേസറിന്റെ ഇതുണ്ടല്ലോ ലൈറ്റ്, അതിങ്ങനെ വെച്ചാൽ ഒരു പൂച്ചനെ ഇങ്ങനെ വട്ടം കറക്കുക. ഈ പൂച്ചത് എന്താണെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അതിപ്പോ ആ മൃഗത്തെ ഇടങ്ങേറാക്കാണ്. ഇപ്പൊ അതിനും അള്ളാഹു നമ്മളെ ഇടങ്ങേറാക്കും, അള്ളാഹു കാക്കട്ടെ. അങ്ങനത്തെ ഈ ക്രൂര വിനോദങ്ങളൊന്നും ചെയ്യരുത്. ചില പക്ഷികളൊക്കെ ഇങ്ങനെ കാല് കെട്ടിയിടുക, എന്നിട്ട് ഇങ്ങനെ എന്താ ചെയ്യണമെന്ന് നോക്കുക, ഒരു കാല് ഒടിച്ചിടുക, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ക്രൂര വിനോദങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഒരാള് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഒരാൾ ചോദിച്ചാൽ നമ്മൾ ചെയ്തു കൊടുക്കുക. ഇത് ചോദിക്കാതെ തന്നെ നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യണം എന്നാണ്. വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നെ പറയാം. പിന്നെ അങ്ങോട്ട് നമ്മൾ ചോദിച്ചിട്ട് ചെയ്തു കൊടുക്കണം എന്നാണ്. അപ്പോൾ ഒരു മഹാൻ ഇമാം ഗസാലി റഹിമഹുല്ലാഹി പറയുന്നുണ്ട്, അവരൊരാളെ ആവശ്യം നിറവേറ്റി കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളൊരു ഹദിയായിട്ട് വന്നു. എന്നിട്ട് എന്തെന്ന് ചോദിച്ചു. അല്ല, ഞാൻ നിങ്ങളിൻ്റെ ഒരു പ്രയാസം തീർത്താൻ അതിന് സന്തോഷമായിട്ട് ചെയ്യുന്നതാണ്. ഞാൻ അങ്ങനെ ചെയ്തത് ഞാൻ മനുഷ്യനായതുകൊണ്ടല്ലേ ചെയ്തത്. അങ്ങനെ ഒരാളെ പ്രയാസം കണ്ടിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. നീ അങ്ങനത്തെ ഒരാളെ കണ്ടാല് ഒതു എടുക്കുക, എന്നിട്ട് പോയിട്ട് 4 തക്ബീർ ചൊല്ലിയിട്ട് നിസ്കരിക്കാന്ന്. അതിൻ്റെ അർത്ഥം 4 തക്ബീർ അവിടെ ഉള്ളത് അത് ഓൻ മരിച്ചതിന് തുല്യാണ്, മരിച്ചതിന് തുല്യാണ് അങ്ങനത്തെ ആൾക്കാരാണ്. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് തന്നെ പറയുന്നത്, മുൻഗാമികളായ മഹാന്മാരിൽ ചില ആളുകൾ സ്വന്തം സുഹൃത്തിന്റെ സഹോദരന്റെ സുഹൃത്തിന്റെ ഒക്കെ കുടുംബങ്ങളെ അവര് മരണപ്പെട്ടു പോയാൽ 40 വർഷത്തോളം അവരെ കെയർ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. ഞാനൊരു അബുദാബിയിൽ ഒരു വലിയൊരു IT പ്രൊഫഷണൽ, അയാള് നല്ലൊരു പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന, അയാൾ പറഞ്ഞ അനുഭവം ഓർക്കാണ്. അവരുപ്പ അനാഥരായി വളർന്നതാണ്. അവരുപ്പ ചെറുപ്പത്തിൽ മരണപ്പെട്ടു. ഇവരെ ചെറുപ്പത്തിൽ ഉപ്പ മരണപ്പെട്ടതിന് ശേഷം ഇവർക്ക് എല്ലാ മാസം കൃത്യമായിട്ട് മുടങ്ങാതെ പൈസ വരുന്നതാണ്. മുടങ്ങാതെ ആരാണ് അയക്കണമെന്ന് അറിയില്ല, ആരയക്കണമെന്ന് ഇവർക്ക് അറിയില്ല. കത്തും ഉണ്ടാവും, ഇടക്ക് സുഖവിവരങ്ങൾ വെച്ച് ആരാണെന്ന് ഇവർ എത്ര അന്വേഷിച്ചും കിട്ടിയിട്ടില്ല. അങ്ങനെ ആരാണെന്ന് ചോദിച്ച് മറുപടി അയക്കാൻ അങ്ങനത്തെ ഒരു മേൽവിലാസി ആള് വെക്കൂല. അവസാനം എന്തോ ഒരു മേൽവിലാസം കിട്ടി, എവിടുന്ന് അയക്കണം എന്നുള്ള ആരാന്നൊന്നും അപ്പോഴും പിടുത്തം കിട്ടിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ആരാന്ന് പറഞ്ഞതെന്ന് വെച്ചപ്പോഴൊന്നും പറഞ്ഞില്ല. നിങ്ങൾ ഉപ്പാന്റെ ഒരു മുഹിബായിരുന്നു, സുഹൃത്താന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെ മക്കളൊക്കെ വലുതായി നല്ല പോസ്റ്റിലെത്തിയപ്പോൾ ഇവര് മറുപടി അയച്ചു, ഞങ്ങളിപ്പോ അൽഹംദുലില്ലാഹ് മെച്ചപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെ മൂത്ത മോന് ജോലിയായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇയാൾ പിന്നെ അയക്കൽ നിർത്തി. ആ മനുഷ്യൻ ആരാന്ന് ഇപ്പോഴും ആ സുഹൃത്തിനെ അറിയില്ല. ഇപ്പോഴും ആ സുഹൃത്തിന്റെ മനസ്സിലുണ്ട്, കുറച്ചോനെ ഇങ്ങനെ വലുതായി വരുന്നത് വരെ ഞങ്ങളെ കെയർ ചെയ്ത് എൻ്റെ ഉപ്പാന്റെ സുഹൃത്ത് ആരാണെന്നൊന്നും അറിയിച്ചു തരും. പക്ഷെ ഇതുവരെ അവർക്ക് അറിയില്ല. അങ്ങനെയൊക്കെ സഹായിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ വർക്കത്തുണ്ടാവും ഭൂമി ഇങ്ങനെ നിലനിന്ന് പോണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, അള്ളാഹ്ക്ക് ഭൂമിയിൽ കുറെ പാത്രങ്ങൾ ഉണ്ടെന്നാ. അതെന്താ? മനുഷ്യന്മാരെ കൽബാണ്. അതിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാത്രം നല്ല സോഫ്റ്റ് ആയ പാത്രം എന്നാണ്. സോഫ്റ്റ് ആയ പാത്രം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നന്മ ചെയ്യാൻ ആഗ്രഹിക്കണ മനസ്സ്, തിന്മ കാണുമ്പോൾ അതിനോടൊരു പ്രതിഷേധം വരുന്ന മനസ്സ്,
പിന്നെ ആർക്കെങ്കിലും വേദനകൾ വരുമ്പോൾ അതിന് സങ്കടപ്പെടുന്ന മനസ്സ്. 3 ദിവസം കഴിഞ്ഞിട്ട് സ്വന്തം സുഹൃത്തിനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അന്വേഷിക്കണം എന്നാണ്. അന്വേഷിക്കണം. എന്നിട്ട് അയാൾ രോഗിയാണെങ്കിൽ അപ്പൊ സന്ദർശിക്കണം. അല്ല എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ, ജോലി തിരക്കാണെങ്കിൽ അതിൽ സഹായിക്കണം. ഇനി അല്ല നമ്മളെ മറന്നതാണെന്നുണ്ടെങ്കിലോ ആൾ ഓർമ്മപ്പെടുത്തും വേണമെന്ന ഈ ഒരൊറ്റ സംഭവം പറഞ്ഞത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു സദസ്സിലിരിക്കുമ്പോൾ അങ്ങനെ ഇടത്തും വലത്തും ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിരുന്നു. ഇടത്തും വലത്തും ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ മുന്നിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആ എന്താ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു? പറഞ്ഞു, ഞാൻ അഹബബ്തു റജുലൻ, ഞാൻ ഒരാളെ എനിക്ക് നല്ല ഇഷ്ടമായി നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അയാളെ ഇങ്ങനെ നോക്കണം, അയാളെ കാണുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളെ ഇഷ്ടപ്പെട്ട എന്താ ചെയ്യേണ്ടതെന്നാണ് അയാളെ പേര് ചോദിക്കുക, അയാളെ വാപ്പാന്റെ പേരും ചോദിക്കുക, പിന്നെ അയാളെ വീട് എവിടെയെന്നും ചോദിക്കുക. എന്നാ പിന്നെ അയാൾ രോഗിയാണെങ്കിൽ ഞങ്ങൾക്ക് പോയി സന്ദർശിക്കാലോ. ഇനി അയാൾക്ക് എന്തെങ്കിലും തിരക്കുകളുണ്ട്, ജോലി ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യാം. അപ്പോ ഒരാളെ പരിചയപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അയാൾ എവിടെയാണ്, എന്താണ് അയാളെ കിട്ടേണ്ട, വീണ്ടും അയാളെ കാണാൻ, അയാളെ കണ്ടില്ലെങ്കിൽ അന്വേഷിച്ച് പിടിക്കാൻ പറ്റിയ അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യണം? ചോദിക്കണം. സലിമാമൊക്കെ പറയുന്നത് ഒരാളെ മുഖം ഓർമ്മ, അയാളെ മുഖം എനിക്ക് നല്ല പരിചയമുണ്ട്, പക്ഷെ ആളെ പേര് ഓർമ്മയില്ല. നമ്മളൊക്കെ പറഞ്ഞ സംഭവം തന്നെയാണ്. അങ്ങനെ പറഞ്ഞാല് അത് മാരിഫത്ത് നോക്കാന്നാണ്, ഹംകാന്നാണ്. എന്താ അത് വിദ്യകളുടെ അറിവാണ്. അപ്പൊ നമ്മളൊക്കെ അതില് പെട്ടവരാണ് പലപ്പോഴും. എന്താ ആളെ മുഖം നല്ല നല്ല മുഖപരിചയമുണ്ട്, പക്ഷെ നിങ്ങളെ പേര് ഞാൻ മറന്നല്ലോ, അത് ഓർത്തു വെക്കണം എന്നാണ്. കാരണം മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം നിലനിൽക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹു നമുക്കൊക്കെ ഹൈർ തരട്ടെ. നമ്മൾ പറഞ്ഞു കേട്ടൊക്കെ സാലിഹായ അമലായി സ്വീകരിക്കണം. സമയം കൂടിയിരിക്കണേ, ക്ഷമിക്കണം. ഇതിൽ കൂടിയിട്ടില്ല, വരാൻ തുടങ്ങാൻ വൈകിക്കൊണ്ടാണ്. അള്ളാഹു നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم.